ഗുരുനാഥൻ തുണാചൈകസന്തതം തിരുനാമങ്ങൾ നാവിന്മലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. ജന്മാദ്യസ്യ യതോऽന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയാ തേജോ വാരിമൃദാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോജ്ജിതകൈതവോത്ര പരമോ നിർമത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഃ ഈശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിഃ തൽക്ഷണാൽ. നിഗമകൽപ്പതരോർഗളിതം ഫലം ശുകമുഖാദമൃതദ്രവസംയുതം പിബതാ ഭാഗവതം രസം ആലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവം അഖിലശ്രുതിസാരം ഏകം അധ്യാത്മദീപം അതിതിതീർഷതാം തമോന്ധം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേൽ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണുമഭീക്ഷസാം യാസാം ഹരികഥോൽഗീതം പുനാതി ഭുവനത്രയം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകാം വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ തുഭ്യം പുരുഷായ മഹാത്മനേ ഹരയേ അദ്ഭുതസിംഹായ ബ്രഹ്മണേ പരമാത്മനേ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹാതിരേകം കൊണ്ടും സജ്ജനങ്ങളുടെ അനുഗ്രഹം കൊണ്ടും ഇന്ന് ഈ ദിവ്യമായ നൈമിഷാരണ്യ ഭൂമിയിൽ എത്തിച്ചേരാനും ഈ ഭാഗവത വിചാര സത്ര സമീക്ഷയിൽ പങ്കുകൊള്ളാനുമുള്ള ഒരു മഹാഭാഗ്യം ഈ ഉള്ളവന് ലഭിച്ചിരിക്കുകയാണ്. സജ്ജനങ്ങളുടെ ഗുരുനാഥന്മാരുടെ ആ അനുഗ്രഹത്തിന് മുൻപിൽ വീണ്ടും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഭാഗവത
കഥാരംഗത്തിലേക്ക്, വിചാരരംഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്രീമദ് ഭാഗവതം ആരംഭിക്കുമ്പോൾ തന്നെ ശൗനകാദി മഹർഷീശ്വരന്മാര് സൂതനോട് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട്. പുംസാമേകാന്തതശ്രേയഃ തന്ന ശംസിതുമർഹസി. ഈ ലോകത്തിലെ ഓരോ ജീവാത്മാവിനും ഏകാന്തമായ ശ്രേയസ്, ദുഃഖത്തിന്റെ കലർപ്പില്ലാത്ത പരമാനന്ദ സ്വരൂപമായ ആ ശ്രേയസ് എങ്ങനെയാണ് കൈവരുക? ഈ ചോദ്യം വളരെ വളരെ പ്രധാനമായിട്ടുള്ളതാണ്. സൂതനോട് ആദ്യം ശൗനകാദി മഹർഷീശ്വരന്മാർ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും ആദ്യത്തെ ചോദ്യം, ഏറ്റവും പ്രധാനമായ ചോദ്യം ഈ ഏകാന്തമായ ശ്രേയസ് ഏത് എന്നുള്ളതാണ്. ആ ഏകാന്തമായ ശ്രേയസ്സിനെ ഓരോ ജീവനും കൈവരിക്കേണ്ടുന്ന ഏകാന്തമായ ശ്രേയസ്സിനെ പ്രതിപാദിക്കാൻ വേണ്ടിയിട്ടാണ് ഭാഗവതം ആന്തം ഇതാ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഏകാന്തമായ ശ്രേയസ്സിനെ കുറിച്ചാണ്. അതിനുവേണ്ടി ഭഗവത് വിഭൂതികളെ വർണ്ണിച്ച് ഇതാ ചതുർത്ഥസ്കന്ധത്തില് ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ, ചതുർവിധ പുരുഷാർത്ഥങ്ങളെ കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി മൈത്രേയ മഹർഷി വിദുരന് കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം. അതില് ധർമ്മതത്വത്തെ ദക്ഷയാഗം വഴിയും അർത്ഥ സംപ്രാപ്തിയെ ഭഗവത് ഉപാസനയിലൂടെ എത്രത്തോളം അർത്ഥസമ്പാദനം എന്നുള്ളതിനെക്കുറിച്ച് ധ്രുവചരിത്രത്തിലെയും, അതേപോലെ കാമമെന്ന പുരുഷാർത്ഥത്തിന്റെ ആ ലഭ്യതയെക്കുറിച്ച് പൃഥുചരിത്രത്തിലൂടെയും, മോക്ഷമെന്ന പുരുഷാർത്ഥത്തെ പുരഞ്ജനോപാഖ്യാനത്തിലൂടെയും വർണ്ണിക്കുന്നു എന്നാണ് സജ്ജനങ്ങൾ അരുളി ചെയ്യുക പതിവ്. അതില് പൃഥുചരിത്രത്തില് ആണ് നമ്മളിതാ ഇപ്പോ എത്തി നിൽക്കുന്നത്. ദുഷ്ടനായി ജനങ്ങളെ മുഴുവൻ ഉപദ്രവിച്ചുകൊണ്ട് ധർമ്മവിരുദ്ധമായി, ഈശ്വര വിരുദ്ധമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വേനനെന്ന രാജാവ്, ആ വേനന്റെ ജീവിതം അല്പം ചില മഹത്തുക്കളുടെ ഒരു ഹുങ്കാരം കൊണ്ട് തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ രാജാവ് നഷ്ടപ്പെട്ടപ്പോൾ അരാജകത്വം ലോകത്ത് നടമാടുമെന്ന് മനസ്സിലാക്കിയ ലോകക്ഷേമ തൽപരരായിട്ടുള്ള ഋഷീശ്വരന്മാര്, മഹർഷിമാര്, അവരെന്നും ലോകക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. ഋഷീശ്വരന്മാര് സ്വാർത്ഥത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല. തപസ്വികളായിട്ടുള്ള ജനങ്ങള് മറിച്ച് ലോകക്ഷേമം മാത്രമാണ് അവരുടെ ലക്ഷ്യം. ആ ലോകക്ഷേമത്തിന് വേണ്ടി ഈ ധ്രുവൻ പിറന്ന വംശം കുറ്റിയേറ്റു പോകാനിടയില്ല. അതുകൊണ്ട് ആ വേനന്റെ ശരീരത്തില് ഏതെങ്കിലും ഒരു കോശത്തിലെങ്കിലും ഭഗവത് ചൈതന്യം ഇനിയും അവശേഷിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ ഞങ്ങളൊന്ന് ഇതാ ഉണർത്തി പ്രോജ്വലിപ്പിച്ച് ഈ രാജവംശം പുനഃസ്ഥാപിക്കും എന്ന് ഋഷീശ്വരന്മാരെ നിശ്ചയിച്ചു. അതിനനുസരിച്ചാണ് മന്ത്രപൂർവം ആ വേനന്റെ ശരീരം അവര് മഥനം ചെയ്തത്. ആദ്യം വേനന്റെ ശരീരത്തിലുണ്ടായിരുന്ന, വേനന്റെ കർമ്മഫലങ്ങളായിട്ടുണ്ടായിരുന്ന സകലവിധ അധർമാംശങ്ങളും ഒരുമിച്ചുകൂടി ഇതാ കറുത്ത് ഇരുണ്ടുകൊണ്ടൊരാളുണ്ടായി. നിന്നെ ലോകക്ഷേമത്തിന് ഉപകരിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ അധർമാംശത്തെ ഇതാ ഋഷീശ്വരന്മാർ മാറ്റി നിർത്തി. വീണ്ടും മന്ത്രപൂർവം മഥനം ചെയ്തപ്പോഴാണ് ആ വേനന്റെ ശരീരത്തിൽ ഉറങ്ങിക്കിടന്നിരുന്ന ഭഗവത് ചൈതന്യം ഇതാ പൃഥുവായിട്ട്, അർച്ചിസ് എന്ന മഹാലക്ഷ്മിയുടെ അവതാരത്തോടുകൂടി
ഇതാ ഭൂമിയിൽ അവതരിച്ചത്. ആ പൃഥുവിൻ്റെ ചരിത്രമാണ് പിന്നീട് ഇതാ മൈത്രേയ മഹർഷി വിതുരന് വർണ്ണിച്ചു കൊടുക്കാൻ ആരംഭിക്കുന്നത്. പൃഥുമഹാരാജാവ് അവതരിച്ചപ്പോ അവിടെയുണ്ടായിരുന്ന സ്തുതിപാഠകന്മാരായിട്ടുള്ള ആളുകള് അവരാദ്യം വന്ന് സ്തുതിക്കാൻ ആരംഭിച്ചു. പക്ഷേ പൃഥുമഹാരാജാവ് പറഞ്ഞു, അസ്പഷ്ട കീർത്തിയായ അസ്പഷ്ട കർമാവായ എന്നെ നിങ്ങൾ സ്തുതിക്കരുത്. ആ മുഖസ്തുതി എനിക്കിഷ്ടമല്ല. ഒരു ഭരണാധികാരി ഭരണം ഏറ്റെടുക്കുമ്പോൾ ആദ്യം എന്താ വേണ്ടത് എന്ന് കാണിക്കുകയാണ് തോന്നും. ഭരണാധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ സ്തുതിപാഠകന്മാരായിട്ടുള്ള ആളുകൾ വന്ന് ഈ സ്തുതിക്കാൻ ആരംഭിക്കും. പക്ഷെ ആ സ്തുതിയിലൊന്നും മനം മയങ്ങി തൻ്റെ ധർമ്മത്തിൽ നിന്ന് തൻ്റെ കർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. സ്തുതിപാഠകന്മാരുടെ മുഖസ്തുതിയിൽ വീണുപോകാൻ പാടില്ല ഒരു ഭരണാധികാരി. ഇതാണ് ആദ്യം പൃഥു പഠിപ്പിച്ചത്. പിന്നീടാണ് ഋഷീശ്വരന്മാരുടെ നിർദ്ദേശപ്രകാരം തങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് അവര് വീണ്ടും ഭഗവാനെ സ്തുതിച്ചു. ഭരണാധികാരം ഏറ്റെടുത്ത പൃഥു ആദ്യം പ്രജകളുടെ ക്ഷേമമാണ് തൻ്റെ കർമ്മം, തൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി ഇതാ ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോ വിശപ്പുകൊണ്ട് വലയുന്ന ജനങ്ങളെയാണ് കണ്ടത്. എന്താണ് ഭൂമിയിൽ ധാന്യങ്ങളൊന്നും ഉണ്ടാവാത്തത്, ദുർഭിക്ഷത വന്നത് എന്ന് ചിന്തിച്ചപ്പോ ഭൂമിയിൽ ഒന്നും വിളയുന്നില്ല, വിതയ്ക്കുന്ന വിത്ത് ഒന്നുപോലും മുളയ്ക്കുന്നില്ല. എല്ലാറ്റിനെയും ആ അങ്കുരണ ശക്തിയെ, ബീജങ്ങളുടെ അങ്കുരണ ശക്തിയെ ഭൂമി തന്നിലേക്ക് പിടിച്ചു വലിക്കുക നിമിത്തം വിത്തുകൾക്ക് പോലും മുളയ്ക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി പൃഥുമഹാരാജാവ് ഭൂമിയോട് ക്രുദ്ധനായി. ഭൂമിയോട് എതിർക്കാൻ വേണ്ടി തയ്യാറായി. ഭൂമി പൃഥുവിനെ പേടിച്ച് പശുസ്വരൂപത്തിൽ പലായനം ചെയ്യാൻ ആരംഭിച്ചു. അവസാനം ഇത് സർവേശ്വര ശക്തി തന്നെയാണ് പൃഥുവായിട്ട് ഇപ്പോ തൻ്റെ മുൻപിൽ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി ഭൂമിദേവി ഗംഭീരമായി സ്തുതിച്ചു. ആ സ്തുതിയില് പറഞ്ഞു, ഭഗവാനെ, അവിടുന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പിതാവ്, ഭൂമിയായ ഞാൻ മാതാവാണ് ഈ ജീവജാലങ്ങളുടെയെല്ലാം. പക്ഷേ സന്താനങ്ങളായ ഈ മനുഷ്യര് പിതാവായ ജഗത്പിതാവായ അവിടുത്തെക്കുറിച്ച് നിരന്തരം നിന്ദ ചെയ്യുമ്പോൾ ഈ അമ്മയായ എനിക്ക് എങ്ങനെയാ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയുക? ഒരമ്മയുടെ അടുക്ക ചെന്ന് എന്നും അച്ഛനെ കുറിച്ച് കുറ്റം പറയുന്ന മക്കൾക്ക് ഭക്ഷണം വിളമ്പാൻ ആ അമ്മയ്ക്ക് ഇതാ താല്പര്യമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവർക്ക് ഭക്ഷണം കൊടുക്കാതിരുന്നത്. അതുകൊണ്ടാണ് ഭൂമിയില് ഇതാ ഒന്നും മുളയ്ക്കാതായത് എന്ന് പറഞ്ഞ് അവിടുന്ന് തന്നെ ഇപ്പോൾ ജഗദ്രക്ഷിതാവായി വന്നത് നിമിത്തം ഇതാ ഈ ഭൂമിയിൽ നിന്ന് എന്തൊക്കെയാണോ മനുഷ്യരുടെ ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ളത് അത് അവിടുന്ന് തന്നെ ഗോസ്വരൂപത്തെ ധരിച്ച എന്നിൽ നിന്നും കറന്നെടുക്കുക എന്ന് ഭൂമിദേവി പറഞ്ഞു. അതിനനുസരിച്ചാണ് സ്വയംഭൂവ മനുവിനെ കുട്ടിയാക്കി സങ്കല്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഗോസ്വരൂപത്തിൽ ശോഭിക്കുന്ന ഭൂമിയിൽ നിന്ന് പൃഥുമഹാരാജാവ് ജനങ്ങളുടെ ക്ഷേമത്തിനാവശ്യമായതെല്ലാം കറന്നെടുത്തു എന്നനുസ്മരിക്കുക. അതേപോലെ പ്രഹ്ലാദനെ കുട്ടിയാക്കിയ അസുരന്മാരും ഇന്ദ്രനെ കുട്ടിയാക്കി ദേവന്മാരും വടവൃക്ഷത്തെ കുട്ടിയാക്കി വൃക്ഷങ്ങളും ഇങ്ങനെ ഓരോരുത്തരിലും പ്രധാനമായിട്ടുള്ളവരെ കുട്ടിയാക്കി ഭൂമിയിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം പൃഥുമഹാരാജാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ലോകത്തിലെ എല്ലാ വിഭാഗത്തിലുള്ളവരും കറന്നെടുത്തു എന്ന് വർണ്ണിച്ചു. ഇതിൻ്റെ താല്പര്യം മനു പറയുന്നത് പോലെ ധർമാനുഷ്ഠാനത്തില് ജനങ്ങള് ഇതാ മുഴുകിയപ്പോ ഭൂമിയില് സകലവിധ ഐശ്വര്യങ്ങളും ഉണ്ടായി എന്ന്. അതേപോലെ പ്രഹ്ലാദനെ അനുസരിക്കാൻ അസുരന്മാർ തയ്യാറായപ്പോ അസുരന്മാർക്ക് ശ്രേയസ്സുണ്ടായി. ഇന്ദ്രനെ അനുസരിക്കാൻ ദേവന്മാർ തയ്യാറായപ്പോ ദേവന്മാർക്ക് ഐശ്വര്യമുണ്ടായി.
ഇങ്ങനെ അവരവരിൽ പ്രധാനമായിട്ടുള്ള ഒരാളെ അനുസരിച്ചുകൊണ്ട് ഭൂമിയിൽ ഇതാ സർവക്ഷേമവും പൃഥു നടപ്പിൽ വരുത്തി. അന്ന് ഭൂമിയില് പർവ്വതങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഭൂമിയെ അദ്ദേഹം തട്ടി നിരത്തി ഗ്രാമങ്ങളും പട്ടണങ്ങളും അദ്ദേഹം ഇതാ സംവിധാനം ചെയ്തു എന്നിങ്ങനെ വർണ്ണിക്കുകയാണ്. ഒരു ഭരണാധികാരി രാജ്യഭാരം ഏറ്റെടുക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ വിശപ്പ് മാറ്റണം, അവർക്ക് വാസയോഗ്യമായ സ്ഥാനങ്ങള് നൽകണം. ഇങ്ങനെ പൃഥു മഹാരാജാവിൻ്റെ ആ പ്രഭാവത്തിനു കീഴിൽ ഭൂമി വന്നു ചേർന്നപ്പോ ഭൂമിയിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യമുണ്ടായി എന്ന് മാത്രമല്ല, അദ്ദേഹം ഭൂമിയെ തൻ്റെ പുത്രിയെ പോലെ കരുതി എന്നാണ്. അതുകൊണ്ടാണ് അത്രേ ഭൂമിക്ക് പൃഥ്വി എന്നും പൃഥിവി എന്നും ഒക്കെയുള്ള പേര് ഉണ്ടായത്. ഭൂമിയിൽ എന്തെന്നില്ലാത്ത ഐശ്വര്യമുണ്ടായപ്പോൾ പ്രജകൾ അവരുടെ സമ്പത്തിലൊരംശം മഹാരാജാവിന് കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഇങ്ങനെ ധാരാളം ഐശ്വര്യം തൻ്റെ അടുക്കലെത്തിയപ്പോ ഐശ്വര്യം കൊണ്ട് എന്താണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് ലോകത്തിനെ പഠിപ്പിക്കണം. അതിനുവേണ്ടി പൃഥു മഹാരാജാവ് ഐശ്വര്യം കൊണ്ട് ഈശ്വരനെ സേവിക്കുകയാണ് വേണ്ടത്. ഭഗവാനെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് ധനം. അതിനനുസരിച്ച് പൃഥു മഹാരാജാവ് ഇതാ ഭഗവത് സേവ ആരംഭിച്ചു. അന്നത്തെ ഏറ്റവും വലിയ ഭഗവത് സേവ യാഗങ്ങളാണ്. ആ യാഗങ്ങൾ ആരംഭിക്കുന്നു. ഒരു യാഗത്തിന്റെ ഫലമായി വീണ്ടും ലോകത്തിലെ ഐശ്വര്യം, ആ ഐശ്വര്യം വീണ്ടും ജനങ്ങളെ പൃഥുവിന് സമർപ്പിച്ചു. വീണ്ടും യാഗം ചെയ്തു. ഇങ്ങനെ ധർമാനുഷ്ഠാനങ്ങളുടെ ഫലമായി ലോകത്തിലെ ഐശ്വര്യവും ഐശ്വര്യത്തിന്റെ ഫലമായി ധാർമ്മിക അനുഷ്ഠാനങ്ങളും ഇതാ വളർന്നു വന്നു. സ്വർഗത്തെ പോലും വേണ്ട എന്ന് ജനങ്ങള് പറയുമാറ് ഭൂമിയിൽ ഐശ്വര്യമുണ്ടായി. അവസാനം ഇന്ദ്രൻ അസൂയയായി. കാരണം ഇദ്ദേഹം തൻ്റെ സ്ഥാനത്തിന് ഒരു ഭീഷണിയാവുമോ എന്ന് കരുതി അദ്ദേഹം ഇന്ദ്രൻ പൃഥു മഹാരാജാവിൻ്റെ 100ാമത്തെ യാഗം മുടക്കാൻ വേണ്ടി പല തവണ യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. അവസാനം ക്രുദ്ധനായ മഹാരാജാവ് ആ ഇന്ദ്രനെ നിഗ്രഹിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോ ഹോതാക്കളായിരുന്ന അത്രി മുതലായ മഹർഷീശ്വരന്മാര് മഹാരാജാവെ, യാഗത്തിന് ദീക്ഷിച്ചാൽ പിന്നെ വേറെ ഹിംസ അരുത്. ഇനി ഇന്ദ്രനെ നശിപ്പിക്കുകയാണ് അങ്ങയ്ക്ക് ആവശ്യമെങ്കിൽ അങ്ങ് യുദ്ധം ചെയ്യണമെന്നൊന്നുമില്ല. ഞങ്ങള് ഈ ശ്രുവത്തിൽ അല്പം നെയ്യ് കോരി ആ ഇന്ദ്രനെ ആവാഹിച്ചു വേണമെങ്കിൽ ഈ അഗ്നിയിൽ വീഴ്ത്താം എന്ന് മഹർഷീശ്വരന്മാര് പറഞ്ഞപ്പോൾ അതുതന്നെയാവട്ടെ എന്ന് പൃഥു കൽപ്പന കൊടുത്തു. ഇന്ദ്രനെ ഇതാ യാഗാഗ്നിയിൽ ഹോമിച്ചു കളയും എന്നുള്ള അവസ്ഥ വന്നു. ആ സമയത്താണ് സ്വയംഭൂമനും ബ്രഹ്മാവും മറ്റും അവിടെ പ്രത്യക്ഷപ്പെട്ട് പൃഥു മഹാരാജാവിനോട് പറഞ്ഞത്, ഹേ പൃഥോ, അങ്ങ് ഈ അധർമ്മം ചെയ്യരുത്. ഭഗവത് ചൈതന്യത്താൽ അവിടുന്ന് ഇതാ ലോകത്തിന്റെ മുഴുവൻ ക്ഷേമം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങയെപ്പോലെ ധർമാത്മാവായിട്ടുള്ള ഒരാള് ഇന്ദ്രനും ഭഗവാന്റെ അംശമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഹിംസ എന്നുള്ളത് സജ്ജനങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് ഈ ഹിംസയിൽ നിന്ന്, ഇന്ദ്രഹത്യയിൽ നിന്ന് അങ്ങ് വിരമിക്കൂ. അങ്ങയുടെ ശത്രുക്കളെ യഥാർത്ഥത്തിലെ ഇന്ദ്രനൊന്നുമല്ല, ഈ ക്രോധഭാവം, ഈ വിദ്വേഷമാണ്. ആ വിദ്വേഷത്തെ ജയിക്കൂ എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ യാതൊരു വിഷമവും കൂടാതെ ഇന്ദ്രനോടുള്ള തൻ്റെ പരിഭവം മാറ്റിവെച്ച് ഇന്ദ്രനുമായിട്ട് സഖ്യം ചെയ്തു പൃഥു മഹാരാജാവ്. ഭഗവാൻ ഗീതയിൽ പറയും, നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെയും ശത്രുക്കളെ, ഏറ്റവും വലിയ ശത്രുക്കൾ അർജുനനോട് പറഞ്ഞു, അർജുന, നിന്റെ യഥാർത്ഥ ശത്രു ഈ ദ്രോണരോ ഭീഷ്മരോ കർണനോ ദുര്യോധനനോ ദുശാസനനോ ഇവരൊന്നും അല്ല, മറിച്ച് കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേനമിഹ വൈരിണം. നിന്റെ യഥാർത്ഥ ശത്രുക്കള് ഈ കാമവും ഈ ക്രോധവും ഇവരൊക്കെയാണ് നിന്റെ ശത്രുക്കളല്ലാതെ ദുര്യോധനനോ ദുശാസനനോ കർണനോ ഭീഷ്മരോ ഇവരൊന്നും അല്ല. അവരെയാണ് ജയിക്കേണ്ടത്.
നമ്മളുടെ മനസ്സിന്റെ ശത്രുക്കളെ, കാമത്തെ, ക്രോധത്തെ ജയിക്കണം. ഈ കാമക്രോധങ്ങളെ മഹാത്മാക്കളെ എങ്ങനെ ജയിക്കുന്നു എന്നുള്ള കഥകളാണ് ഭാഗവതത്തില് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പൃഥുമഹാരാജാവ് ക്രോധത്തെ ജയിച്ച കഥ. കാമത്തെ പിന്നെയും ജയിച്ചു എന്ന് വരാം, പക്ഷേ ക്രോധത്തെ ജയിക്കാൻ അത്ര എളുപ്പമല്ല. നമ്മളെ ഒരാൾ പറ്റിച്ചു എന്ന് വിചാരിക്കുക, നമ്മൾ ഒരിക്കലും അയാളോടുള്ള ദേഷ്യം മറക്കാറില്ല. നമ്മളെ ഒരാൾ സഹായിച്ചു, ആപത്ത് കാലത്ത് അല്പം ധനം നൽകി സഹായിച്ചു, അയാളെ നമ്മൾ മറന്നുപോയി എന്ന് വരാം. പക്ഷേ നമ്മളുടെ കയ്യിൽ നിന്നൊരു 10 രൂപ പറ്റിച്ച ഒരാളെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ആ ക്രോധം, വിദ്വേഷം അത് നമ്മുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ക്രോധത്തെ ജയിക്കുക എന്നുള്ളത് വളരെ 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 വിഷമമേറിയതാണ്. ആ ക്രോധത്തെ ഇതാ പൃഥുമഹാരാജാവ് ജയിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ഭഗവാൻ തന്നെ അവിടെ വന്ന് പൃഥുമഹാരാജാവിനോട് പറഞ്ഞു, പൃഥുമഹാരാജാവേ, ഞാനിതാ ഇവിടെ വന്നിരിക്കുന്നത് നാഹം മഖൈർവൈ സുലഭസ്തപോഭിഹി യോഗേന വാ യത്സമചിത്തവർത്തി. ഞാൻ യാഗം കൊണ്ടോ യോഗം കൊണ്ടോ മറ്റനുഷ്ഠാനങ്ങളെ കൊണ്ടോ ഒന്നും ഇത്ര എളുപ്പത്തിൽ എന്നെ കിട്ടില്ല. ഈ സമചിത്തവർത്തിത്വം ഉണ്ടല്ലോ, സുഖമായാലും ദുഃഖമായാലും ആപത്തായാലും സമ്പത്തായാലും എന്റെ മനസ്സിന് ഒരു ചഞ്ചലതയില്ലാതെ ഭഗവത് സ്മൃതിയില് ആ ആത്മരതിയില് മുഴുകിയിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് ആ സമചിത്തവർത്തിത്വത്തിലാണ് ഞാൻ സന്തോഷിക്കുക പതിവ്. അതുകൊണ്ട് എന്ത് വേണം അങ്ങയ്ക്ക് വരമായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചപ്പോ പൃഥുമഹാരാജാവ് പറഞ്ഞു, ഭഗവാനെ, അവിടുത്തെ കഥകള് എവിടെയുണ്ടോ അതെല്ലാം കേൾക്കാൻ, ആ കഥകളിലൂടെ സജ്ജനങ്ങളായിട്ടുള്ള ആളുകളുടെ ഹൃദയത്തില് നിറഞ്ഞ് മഹത്തമാന്തർഹൃദയാൻ മുഖച്യുതോ വിധൽസ്വ കർണായുതമേഷമേ വരാ. സജ്ജനങ്ങളുടെ ഹൃദയത്തില് ഭഗവത് ആനന്ദം, ആനന്ദസ്വരൂപനായ ഭഗവാൻ ആ ആനന്ദത്തിൽ മുഴുകി, ആ ഹൃദയം മുഴുവൻ ആനന്ദം 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 ആനന്ദം. ആ ആനന്ദം അവരുടെ മുഖത്തിലൂടെ, അവരുടെ വാക്കിലൂടെ, അവരുടെ നോക്കിലൂടെ, അവരുടെ സ്പർശനത്തിലൂടെ എല്ലാം ലോകത്തിന് സജ്ജനങ്ങള് സദാസമയവും ഇതാ വിതറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ തിരയടിക്കുന്ന ആ ആനന്ദ സമുദ്രത്തിന്റെ ആ അംശങ്ങള് അവരുടെ മുഖാരവിന്ദത്തിലൂടെ ഭഗവത് കഥകളായി, ഭഗവത് തത്വങ്ങളായിട്ട് പുറമേക്ക് ഒഴുകി വരുമ്പോ ആ ഭഗവത് തത്വങ്ങളെ, ആ ഭഗവത് കഥകളെ മുഴുവൻ കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹം. എന്റെ ഈ 2 ചെവി കൊണ്ട് കേട്ടാൽ അത് തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് വിധൽസ്വകർണായുതമേഷമേ വരാ, ഒരു 10,000 ചെവികള് എനിക്ക് നൽകണേ നൽകണേ നൽകണേ. ഭഗവത് കഥകൾ കേട്ട്, ഭഗവത് തത്വങ്ങൾ ശ്രവിച്ച് മതിയായിട്ടില്ല 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 എന്ന് ഭഗവത് ആരാധനയില്, ആ ശ്രവണ ഭക്തിയില് ഉള്ള അദ്ദേഹത്തിന്റെ താല്പര്യം ഇതാ ഭഗവാന്റെ മുൻപിൽ പ്രകടിപ്പിച്ചു. പറഞ്ഞു അദ്ദേഹം, ഭഗവാനെ, അവിടുത്തെ പാദപരിചര്യയ്ക്ക്, അവിടുത്തെ പാദസേവനത്തിന് എന്നെ അനുവദിക്കണമേ. എന്റെ പാദസേവനത്തിന് മഹാലക്ഷ്മി ഉണ്ട്. ഭഗവാനെ, മഹാലക്ഷ്മിയോട് കൂടി യാതൊരു കലഹവും കൂടാതെ ഞാൻ അവിടുത്തെ പാദസേവനം ചെയ്തു കൊള്ളാം. പൃഥോ, അങ്ങ് പാദസേവനം ചെയ്യുന്നതിനിടയിൽ മഹാലക്ഷ്മിയുമായിട്ട് എന്തെങ്കിലും കലഹമുണ്ടായാൽ അതെനിക്ക് വിഷമാവും. അതുകൊണ്ട് അത് വേണോ? ഭഗവാനെ, അങ്ങനെ ഞാനും മഹാലക്ഷ്മിയുമായിട്ട് എന്തെങ്കിലും കലഹം ഉണ്ടായാൽ അങ്ങ് ഉപേക്ഷിച്ചോളൂ, എന്നെയല്ല മഹാലക്ഷ്മിയെ. കാരണം മഹാലക്ഷ്മിക്ക്, ഭഗവാനെ, അവിടുത്തേക്ക് മഹാലക്ഷ്മി ഇല്ലാതെയും കഴിയാം. പക്ഷേ എനിക്ക് ഭഗവത് പാദാരവിന്ദ സേവ ചെയ്യാതെ വയ്യ. പണ്ടൊരു ഭക്തൻ ജഗദംബികയോട് പ്രാർത്ഥിച്ചു അത്രേ, അമ്മയ്ക്കിനി കുട്ടികളുണ്ട് വേറെ, എന്നാൽ എനിക്കില്ലിനി അമ്മ വേറെ. അമ്മയ്ക്ക് ഇനിയും കുട്ടികളുണ്ടാവും.
അതുകൊണ്ട് ഞാനില്ലെങ്കിലും അമ്മയ്ക്ക് കഴിഞ്ഞുകൂടാൻ യാതൊരു വിഷമവും ഇല്ല. പക്ഷേ എനിക്ക് വേറൊരമ്മയില്ല. അതുകൊണ്ട് അമ്മ തന്നെ എന്നെ സദാസമയവും വാത്സല്യപൂർവം കാത്തു രക്ഷിക്കണേന്ന് ഒരു ഭക്തൻ ജഗദംബികയോട് പ്രാർത്ഥിച്ചതുപോലെ മഹാലക്ഷ്മിയെ ഉപേക്ഷിച്ചിട്ടായാലും എന്നെ സ്വീകരിക്കണേന്ന് ഭക്തിപൂർവം പൃഥുമഹാരാജാവ് ഇതാ ഭഗവാനോട് പ്രാർത്ഥിച്ചു. ഭഗവാൻ പൃഥുമഹാരാജാവിൻ്റെ ആ ശ്രവണത്തിലുള്ള അർഹത കണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങയ്ക്ക് മഹാത്മാക്കളിൽ നിന്നും ഭഗവത് ഉപദേശം ലഭിക്കാനിടവരട്ടെ എന്ന് ഇതാ അനുഗ്രഹിച്ച് ഭഗവാൻ പ്രത്യക്ഷനായി എന്ന് വർണ്ണിക്കുകയാണ്. ഇങ്ങനെ ഒരു മഹാരാജാവ്, ഒരു ഭരണാധികാരി രാജ്യഭാരം ഏറ്റെടുത്താൽ ആദ്യം പ്രജകളുടെ വിശപ്പ് മാറ്റണം, അവർക്ക് വാസസ്ഥാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം, സ്വയം ധർമ്മം എന്താ എന്ന് ആചരിച്ച് കാണിച്ചു കൊടുക്കണം. ആചാര്യനാവണമെങ്കിൽ, ജനങ്ങൾക്ക് ഉപദേശിക്കണമെങ്കിൽ ആദ്യം സ്വയം ആചരത്തെ പുനാ, സ്വയം ആചരിക്കണം ധർമ്മം. ആചിനോതി ശാസ്ത്രാണി സ്വയം ആചരത്തെ പുനാ സ്ഥാപയത്യപി ചാചാരേ തസ്മാത് ആചാര്യ ഉച്യത്തെ. ആദ്യം സ്വയം ആചരിക്കണം, അവർക്ക് ധർമ്മത്തെ ഉപദേശിക്കാനുള്ള അർഹതയുള്ളൂ. ഇങ്ങനെ സ്വയം ആചരിച്ച് കാണിച്ചു കൊടുത്തു. എന്തിനു വേണ്ടി ധർമ്മങ്ങൾ ചെയ്യണു? തൻ്റെ ലൗകികമായ എന്തെങ്കിലും ആഗ്രഹ നിവർത്തിക്കല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്, മറിച്ച് ലോകക്ഷേമത്തിനു വേണ്ടി, തൻ്റെ പ്രാരബ്ധങ്ങൾ ഇല്ലാതാവാൻ വേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, ഭഗവത് അർപ്പണമായിട്ട് എന്ന് പൃഥുമഹാരാജാവ് കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഭരണാധികാരി സ്വയം അനുഷ്ഠിച്ച് കാണിച്ചു കൊടുത്തു. ഇനി സ്വയം അനുഷ്ഠിച്ചാൽ മാത്രം പോരാ, ആചാരയെ സ്ഥാപയത്യപി, ആചാരത്തിൽ അതിനെ സ്ഥാപിക്കണം, എങ്കിലേ ആചാര്യനാവുള്ളൂ. അങ്ങനെയാണ് നമ്മളുടെ വിദ്യാഭ്യാസം തന്നെ. അധീതി ബോധ ആചരണ പ്രചാരണം 4 ഭാഗങ്ങളായിട്ടാണ്. ആദ്യം ഗുരുമുഖത്തിൽ നിന്ന് ഭഗവത് തത്വങ്ങളെ മനസ്സിലാക്കണം. അധീതി, അതിനെ മനസ്സിലാക്കണം. ആ മനസ്സിലാക്കിയ ഭഗവത് തത്വങ്ങളെ ബോധത്തില് നല്ലവണ്ണം ഉറപ്പിക്കണം. സ്വയം ബോധം ഉണ്ടാവണം, സ്വയം തപസ്സുണ്ടാവണം, അതീതി ബോധം. അത് കഴിഞ്ഞ് അത് ആചരിക്കണം, ആ ധർമ്മത്തെ ആചരിക്കണം സ്വന്തം ജീവിതത്തില്, അതിനെ ലോകത്തില് പ്രചരിപ്പിക്കണം. ഇങ്ങനെ അധീതി ബോധ ആചരണ പ്രചാരണങ്ങൾ കൂടിയതാണ് നമ്മളുടെ വിദ്യാഭ്യാസം തന്നെ. വിദ്യാഭ്യാസത്തിന്റെ 4 ഘട്ടങ്ങൾ ഇതാണത്രേ. അധീതി ബോധ ആചരണ പ്രചാരണങ്ങൾ. എന്താ വിദ്യ? വിദ്യ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഭഗവാനെ കുറിച്ചുള്ള അറിവ്. ഭാഗവതമിനി ചതുർത്ഥ സ്കന്ധത്തിൽ പറയാൻ പോകുന്നു. സാ വിദ്യ തന്മതിർയയാ, അതാണ് വിദ്യ. ഏതുകൊണ്ടാണോ തച്ഛബ്ദ പ്രതിപാദ്യനായ ആ ഭഗവാങ്കൽ പരബ്രഹ്മസ്വരൂപത്തിങ്കൽ ആത്മസ്വരൂപത്തില് ഇതാ ബുദ്ധി നല്ലവണ്ണം ഉറയ്ക്കുക, ആ ബോധം ആത്മബോധമുണ്ടാവുക. ആ ആത്മബോധത്തെ നേടാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്നതാണ് വിദ്യ. സാ വിദ്യ തന്മതിർയയാ, അതാണ് വിദ്യ. അതാണ് വിദ്യാഭ്യാസം. ഗുരുവിന്റെ അടുക്കൽ പോയി ചെയ്യേണ്ടത് ആ വിദ്യാഭ്യാസമാണ്. അല്ലാതെ നമ്മൾ ചെയ്യുന്ന ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസം, അതിന് വിദ്യാഭ്യാസം എന്നല്ല, അവിദ്യാഭ്യാസം എന്നാണ് പറയേണ്ടത്. കാരണം ഈ പഠിക്കുന്നതൊക്കെ അവിദ്യയെക്കുറിച്ചാണ്, ലൗകികമായിട്ടുള്ള വിദ്യയെക്കുറിച്ചാണ്. ലൗകികമായതും വിദ്യ തന്നെയാണ്, അതിന് അവിദ്യ എന്നാണ് പറയുക. അതുകൊണ്ട് ലളിതാ സഹസ്രനാമത്തില് ജഗദംബികയുടെ നാമങ്ങളിൽ കാണാം വിദ്യാ അവിദ്യാസ്വരൂപിണി. വിദ്യാസ്വരൂപിണിയും ഭഗവതിയാണ്, അവിദ്യാസ്വരൂപിണിയും ഭഗവതിയാണ്. അതായത് ആത്മജ്ഞാനപരമായിട്ടുള്ള വിദ്യയും ലൗകികമായ അവിദ്യയും ഭഗവതിയുടെ 2 രൂപങ്ങളാണ് എന്ന് പറയുന്നത് കാണാം. അപ്പോ ആ വിദ്യാഭ്യാസം പ്രചരണത്തിലൂടെ പൂർത്തീകരിക്കണം. അതിനുവേണ്ടി തൻ്റെ പ്രജകളെ എല്ലാം അദ്ദേഹം ഇതാ വിളിച്ചു വരുത്തി. അവരുടെ മധ്യത്തിലായി ഇതാ ആ പൃഥുമഹാരാജാവ് എഴുന്നേറ്റ് നിന്ന് യാഗത്തിന് ദീക്ഷിച്ച് അദ്ദേഹം യാഗം കഴിഞ്ഞ് തിരികെ എഴുന്നള്ളുമ്പോൾ 100ാമത്തെ യാഗം ഇന്ദ്രൻ മുടക്കാവുന്ന സന്ദർഭത്തിലാണ് ബ്രഹ്മാദി ദേവന്മാർ വന്ന് ഇന്ദ്രനുമായി സഖ്യം സമ്പാദിക്കൂ
അങ്ങക്ക് ശതക്രതു എന്നുള്ള സ്ഥാനം ആവശ്യമില്ല, അതുകൊണ്ട് ഏകോനശതക്രതു എന്നുള്ള അവസ്ഥയില് 99 യാഗങ്ങളോടുകൂടി യാഗങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞു. മഹത്തുക്കളുടെ, സജ്ജനങ്ങളുടെ, കാരണവന്മാരുടെ, ആ ഗുരുനാഥന്മാരുടെ വാക്കുകള് അതേപടി സ്വീകരിച്ചുകൊണ്ട് യാഗം 99 അവസാനിപ്പിച്ചു. 100 തികയ്ക്കണം എന്ന് അദ്ദേഹത്തിന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഗുരുവാക്യം അതാണ് എന്നും അനുസരിക്കേണ്ടത്. അവരാണ് നമ്മളുടെ ക്ഷേമം എന്ത് എന്ന് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് അവരെ അനുസരിച്ച് ആ യാഗം അവിടെ നിർത്തി അദ്ദേഹം. അങ്ങനെ തന്റെ കൊട്ടാരത്തിലേക്ക് തിരികെ വന്ന് ഇതാ വലിയ ജനസഭ വിളിച്ചുകൂട്ടി. ആ ജനങ്ങളെ ഉദ്ബോധിപ്പിച്ചു. ഈശ്വരൻ അസ്തി യജ്ഞപതിർനാമ, യജ്ഞപതിയായിട്ടൊരു ഈശ്വരനുണ്ട് എന്ന് ലോകത്തിനോട് ആ ഈശ്വരന്റെ സാന്നിധ്യത്തെ അദ്ദേഹം വിളംബരം ചെയ്തു. എന്തേ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിന്റെ പിതാവായ വേനൻ ലോകത്തിനോട് ഉപദേശിച്ചത് കോ യജ്ഞപുരുഷോ നാമ, യജ്ഞപുരുഷനായിട്ട് ഒരാളുണ്ടോ? കർമ്മഫലദാതാവായിട്ടൊരാളുണ്ടോ? അങ്ങനെ ഒരാളില്ല. ഇതാണ് വേനൻ ലോകത്തിന് പറഞ്ഞു കൊടുത്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ പുത്രൻ വൈന്യനായിട്ടുള്ള ഈ പൃഥു, ആ അച്ഛന്റെ ചോദ്യത്തിന് മറുപടി അദ്ദേഹമാണ് നൽകിയത്. അസ്തി യജ്ഞപതിർനാമ, യജ്ഞപതിയായി കർമ്മങ്ങളുടെ ഫലദാതാവായിട്ട് ഒരു ഈശ്വരനുണ്ട്. അതിന് സാക്ഷികളായിട്ട് പ്രഹ്ലാദന്റെയും മഹാബലിയുടെയും അതേപോലെ ആ ധ്രുവന്റെയും സ്വയംഭൂമനുവിന്റെയും ഒക്കെ കഥകൾ സോദാഹരണമെടുത്തുകൊണ്ട് അദ്ദേഹം പ്രജകളുടെ മുൻപില് ഈശ്വര സത്യത്തെ അദ്ദേഹം വെളിപ്പെടുത്തി. അവരോട് പറഞ്ഞു, ഈശ്വരനെ സേവിക്കണം. കർമ്മഫലദാതാവായിട്ട് ഈശ്വരനുണ്ട്. ഈശ്വരനില്ല എന്ന് വിശ്വസിക്കുന്ന എന്റെ പിതാവായ വേനനെ പോലെയുള്ള ചില ആളുകളുണ്ട്. പക്ഷേ അവര് യഥാർത്ഥ തത്വം അറിഞ്ഞവരല്ല. അതുകൊണ്ട് ഈശ്വരനിൽ വിശ്വസിക്കൂ, ഭഗവാനെ സേവിക്കൂ എന്ന് പറഞ്ഞ് ആ ഭഗവത് ആ ജനങ്ങൾക്ക് ദിവ്യമായ ഉപദേശങ്ങൾ ചെയ്യാൻ ആരംഭിക്കാം. യത്പാദസേവാഭിരുചി തപസ്വിനാം അശേഷജന്മോപചിതം മലം ധിയാം സദ്യ ക്ഷിണോത്യന്വഹമേധതി സതി യഥാ പദാങ്കുഷ്ഠവിനിശ്രിതാസരിൽ. യാതൊരു സർവേശ്വരന്റെ പാദസേവ ഇതാ എപ്രകാരമാണോ ഭഗവത് പാദാരവിന്ദത്തിൽ നിന്നൊഴുകുന്ന പുണ്യതീർത്ഥമായ ഗംഗാനദി, ആ ഗംഗയെ സേവിക്കുന്നവരെയും ആ ഗംഗയിൽ സ്നാനം ചെയ്യുന്നവരെയും അതിനെ ആരാധിക്കുന്നവരെയും ഒക്കെ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുന്നത്, ഇതേപോലെ ആ ഭഗവത് സേവയും ആ ഭഗവത് സേവ ചെയ്യുന്നവരെയും അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്നവരെയും അതിനുവേണ്ടി കൈങ്കര്യം ചെയ്യുന്നവരെയും എല്ലാവരെയും ഒരേപോലെ പരിശുദ്ധമാക്കുന്നതാണ്. അതുകൊണ്ട് ആ ഭഗവാന്റെ പാദങ്ങളില് യദഘ്രിമൂലേ കൃതകേതന പുന ന സംസൃതി ക്ലേശവഹാം പ്രപദ്യതേ, ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ പിന്നെ ലൗകികമായിട്ടുള്ള ക്ലേശങ്ങളൊന്നും അവരെ ബാധിക്കുകയേയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ ഭഗവാനെ സേവിക്കണം. കാരണം ഭഗവാനെ സേവിച്ചാൽ നിങ്ങളെ സേവിക്കുന്നതിൻ്റെ ഫലമായി നിങ്ങളെ ആ ഭഗവത് സേവയിൽ പ്രേരിപ്പിക്കുന്ന എനിക്ക് പോലും ഒരു പുണ്യമുണ്ടാവുന്നുണ്ട്. ആ സാധാരണ ധർമ്മത്തെ ആചരിക്കുകയും ഉപദേശിക്കുകയും ചെയ്യാത്ത ഒരു രാജാവ് യഥാർത്ഥത്തിൽ പ്രജകളുടെ പാപം മുഴുവൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. രാജാവിൻ്റെ ഭരണാധികാരിയുടെ കർത്തവ്യമാണ് പ്രജകളെ ധർമ്മനിരതരാക്കുക എന്നുള്ളത്. അത് ചെയ്തിട്ടില്ല എങ്കിൽ, അത് ചെയ്യാതെ ധർമ്മനിരതരാക്കാതെ അവരിൽ നിന്ന് കരം ഇതാ സ്വീകരിക്കുന്ന മഹാരാജാവ് അഖമത്തിഹി പാപത്തെയാണ് ഭുജിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യണേ. അങ്ങനെ ധർമാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന നിങ്ങളാണ് ഈ എന്നെപ്പോലെയുള്ള രാജാക്കന്മാർക്ക് ഏറ്റവും അനുഗ്രഹദാതാക്കളായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളോടൊക്കെ ഒരു പ്രാർത്ഥന
ഹേ പ്രജകളെ, നിങ്ങൾ ഭഗവാനെ സേവിക്കണേ. ആ ഭഗവാനെ സേവിക്കുന്നതിലൂടെ മാത്രമേ ആത്മാനന്ദത്തിലേക്ക് ഉയരാൻ ഓരോരുത്തർക്കും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ഭഗവത് സേവ നിങ്ങൾ ചെയ്യണേ എന്ന് വീണ്ടും വീണ്ടും അദ്ദേഹം പ്രജകളെ ഉദ്ബോധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കൊട്ടാരത്തിലേക്ക് ഇതാ ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ചെന്നതുപോലെ സനകാദി യോഗീശ്വരന്മാര് വന്നെത്തുകയുണ്ടായി. ആ സനകാദി യോഗീശ്വരന്മാരെ പൃഥുമഹാരാജാവ് വീണ് നമസ്കരിച്ചു. അവരോട് പറഞ്ഞു, സാധാരണ ആരെങ്കിലും ഗൃഹത്തിലെ കൊട്ടാരത്തിൽ വന്നാൽ സുഖമാണോ എന്ന് ചോദിക്കുക, ഒരു കുശലപ്രശ്നം ചെയ്യുക, അങ്ങനെയുണ്ട് ഒരു പതിവ്. പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളോട് സുഖമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കാരണം കുശലാകുശലാനാസ്തി, കുശലം അകുശലം എന്നൊക്കെയുള്ള അവസ്ഥ മനസ്സിന്റെ വ്യാപാരങ്ങളാണ്. ഈ മനസ്സിന്റെ വ്യാപാരങ്ങളായിട്ടുള്ള കുശലവും അകുശലങ്ങളും ഒക്കെ മനസ്സേ അടങ്ങിയ നിങ്ങൾക്ക് ഇതൊന്നുമില്ല. ആത്മാനന്ദത്തില് മുഴുകി ആത്മാരാമന്മാരായിട്ട് സഞ്ചരിക്കുന്ന ഭവാഗ്രജാൻ, നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? ഭവാഗ്രജന്മാരാണ്. സാക്ഷാൽ കൈലാസവാസിയായ മഹാദേവൻ ഈ സനകാദി യോഗീശ്വരന്മാരെ ജ്യേഷ്ഠ എന്ന് വിളിക്കണം എന്നാണ്. കാരണം ആ മഹാദേവനേക്കാൾ പ്രായമുള്ളവരാണ്. ബ്രഹ്മാവിന്റെ സനൽകുമാരാദികൾക്ക് ശേഷമാണ് മഹാദേവൻ ബ്രഹ്മാവിൽ നിന്നും അവതരിക്കുന്നത്. അതുകൊണ്ട് ഭവാഗ്രജന്മാരായിട്ടുള്ള നിങ്ങൾക്ക് ഈ കുശലാകുശലങ്ങളൊന്നും ബാധകമല്ല. അതുകൊണ്ട് കുശലപ്രശ്നം തന്നെ നിങ്ങളോട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സജ്ജനങ്ങളുടെ അടുക്കൽ എത്തിയാൽ എന്താ ചോദിക്കേണ്ടത്? ആത്മാവിനെ കുറിച്ച് അറിയുകയാണ് വേണ്ടത്. നമ്മൾ പലപ്പോഴും നമുക്ക് പറ്റുന്നൊരു തെറ്റ അതാണ്. നമ്മൾ സന്യാസാശ്രമങ്ങളിൽ പോവും, സജ്ജനങ്ങളുടെ അടുക്കൽ പോവും, എന്നിട്ട് അവരെ വീണ് നമസ്കരിക്കും, എന്നിട്ട് പ്രാർത്ഥിക്കുക എന്താ? അതോ എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ആ വിവാഹം കഴിഞ്ഞാൽ എന്താണ് മാർഗം എന്ന് പറഞ്ഞു തരണേ. ഇതാ സജ്ജനങ്ങളുടെ അടുത്ത് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ദാരിദ്ര്യം മാറാനുള്ള വഴി എന്താണ്? ഉദ്യോഗം കിട്ടാനുള്ള വഴി എന്താണ്? കല്യാണം കഴിയാനുള്ള വഴി എന്താണ്? ഇതൊക്കെയാണ് സാധാരണ നിലയ്ക്ക് സാധാരണ ജനങ്ങൾ സജ്ജനങ്ങളുടെ അടുക്കൽ എത്തിയാൽ പോലും, സജ്ജനങ്ങളുടെയും ഭഗവാന്റെയും അടുക്കൽ എത്തിയാൽ പോലും ഇതിനെക്കുറിച്ചാ ചോദിക്കാറ്. തങ്ങളുടെ ലൗകികമായ തുച്ഛമായ ആഗ്രഹ നിവൃത്തി അതിനു വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കുക പതിവ്. പക്ഷെ അതല്ല വേണ്ടത്. സജ്ജനങ്ങളുടെ അടുക്കൽ എത്തിയാൽ ആ സജ്ജനങ്ങളുടെ പാദത്തിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഭഗവാനെ കുറിച്ചറിയണം, ആത്മാവിനെ കുറിച്ച് ആത്മതത്വത്തെ ഗ്രഹിക്കണം. ഇതാണ് സജ്ജന സംസർഗം കൊണ്ട് നമ്മൾ ഓരോരുത്തരും നേടേണ്ടതായിട്ടുള്ളത്. പക്ഷേ ഇന്ന് നോക്കിക്കൊള്ളൂ, എവിടെ പോയാലും സജ്ജനങ്ങളുടെ അടുക്കൽ എത്തിയാലും ഭാഗവത സപ്താഹ രംഗത്തിൽ എത്തിയാലും ആളുകൾക്കൊക്കെ തുച്ഛമായ ലൗകികങ്ങളായ ആഗ്രഹങ്ങളാണ്. ഭാഗവത സപ്താഹത്തില് രുക്മിണീ സ്വയംവരത്തിൽ പങ്കെടുക്കും. വസ്ത്രങ്ങളൊക്കെ പൂജയ്ക്ക് വെച്ചിട്ട് എന്തിനാ? എൻ്റെ മകളുടെ കല്യാണം വേഗം കഴിയണം, അതാണ് ആവശ്യം. കുചേലവൃത്തം വളരെ ഭംഗിയായിട്ട് കേൾക്കും, അവിൽക്കിഴിയൊക്കെ സമർപ്പിക്കും ഭഗവാന്. എന്തിനു വേണ്ടിയിട്ടാ? ദാരിദ്ര്യം മാറണം, അത്രേ ഉള്ളൂ ആവശ്യം. ശ്രീകൃഷ്ണാവതാരം നിശ്ചയമായിട്ടും വന്ന് കദളിപ്പഴവും പട്ടുകോണവും ഒക്കെ സമർപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? അല്ല, ഒരു സന്താനം ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട്, അതിനു വേണ്ടിയിട്ട്. ഇങ്ങനെ തുച്ഛമായിട്ടുള്ള ലൗകികങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണ് ഇന്ന് സാധാരണക്കാരായിട്ടുള്ള നമ്മളൊക്കെ സപ്താഹരംഗങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും സന്യാസി മഠങ്ങളിലേക്കും ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വളരെ വിപരീതമായിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഒരു സജ്ജന സദസ്സ്. ലൗകികങ്ങളായിട്ടുള്ള ചിന്തകളൊന്നുമില്ലാതെ, അങ്ങനെയുള്ള ആഗ്രഹങ്ങളോടൊന്നും കൂടിയല്ലാതെ ഭഗവാനെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് തത്വവിചാരത്തിൽ മുഴുകിക്കഴിയുക. ഈ സദസ്സ് വളരെ വളരെ അപൂർവം 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 എന്നേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ സാധാരണക്കാര് ഇങ്ങനെയൊക്കെയാണ് ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നത്, ഇങ്ങനെയൊക്കെ തന്നെയാണ് സപ്താഹങ്ങളിലേക്കും പോകുന്നത്. പക്ഷേ
ലൗകികങ്ങളായ ആഗ്രഹങ്ങളോട് കൂടിയിട്ടാണെങ്കിലും ആദ്യം സപ്താഹത്തിൽ എത്തിപ്പെട്ടാൽ ആ ഭഗവത് കഥ നമ്മളെ പതുക്കെ 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 ആ ലൗകിക മോഹങ്ങളിൽ നിന്ന് കുറേശ്ശെയായിട്ട് നമ്മളെ പിന്തിരിപ്പിച്ച് ഭഗവത് സ്മൃതിയിലേക്ക്, ആത്മാനന്ദത്തിലേക്ക് കുറേശ്ശെ കൊണ്ടുപോകും. അത് വേറൊരു കാര്യം. പക്ഷേ നമ്മൾ അത് മനസ്സിലാക്കുക പതിവില്ല. ലൗകിക സുഖങ്ങളിലാണ് മുഴുകിക്കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള പൃഥ്വിമഹാരാജാവ് പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ള മഹാത്മാക്കളോട് കുശലമാണോ എന്ന് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. കുശലാകുശലങ്ങളില്ലാത്തവരാണ് നിങ്ങൾ. അതുകൊണ്ട് എന്താ നിങ്ങളെ കണ്ടാൽ ചോദിക്കേണ്ടത്? ആത്യന്തികമായ ക്ഷേമം എങ്ങനെയുണ്ടാകും? ഇതാണ് ചോദിക്കേണ്ടത്. നേരത്തെ നമ്മൾ സ്മരിച്ചു, ഭാഗവതം ആദ്യം ആരംഭിക്കുമ്പോൾ പുംസാമേകാന്തതശ്രയഃ തന്ന ശംസിതുമർഹസി. ഓരോ ജീവാത്മാവിനും ഇതാ ഏകാന്തമായ ശ്രേയസ് എങ്ങനെ ഉണ്ടാകും? ഇതാണ് ഭാഗവതത്തിന്റെ വിഷയം. ഇതാണ് ഭാഗവതം നമുക്ക് നൽകുന്ന ഉപദേശം. ഗുരുനാഥന്മാര് ശ്രീശുകനും വ്യാസനും ശ്രീനാരദനും മൈത്രേയനും വിതുരനും എല്ലാം നമുക്ക് ഉപദേശിച്ചു തരുന്നത് ഈ ഒരേ ഒരു തത്വത്തെയാണ്. ഇവിടെയും പൃഥ്വിമഹാരാജാവ് ചോദിച്ചു, ഹേ ഋഷീശ്വരന്മാരെ, ആ സമ്പൃച്ഛേ ഭവയേതസ്മിൻ ക്ഷേമ കേനാഞ്ജസാ ഭവേൽ. ഈ സംസാരത്തിൽ മുഴുകിക്കഴിയുന്ന ഓരോ ജീവനും ക്ഷേമം അതെങ്ങനെ വളരെ പെട്ടെന്നുണ്ടാവും? ക്ഷേമം എങ്ങനെയുണ്ടാവും? ശ്രേയസ് എങ്ങനെയുണ്ടാവും? ക്ഷേമം എങ്ങനെയുണ്ടാവും? ഇതാണ് പൃഥ്വിമഹാരാജാവ് ചോദിച്ചത്. ഭാഗവതത്തിൽ അവസാനം ഏകാദശ സ്കന്ധത്തില് നവയോഗികളോട് ഇതാ നിമിമഹാരാജാവ് ചോദിക്കുന്നതും ഇത് തന്നെയാണ്. അത ആത്യന്തികം ക്ഷേമം പൃച്ഛാമോ ഭവതോ അനഘാ. ആത്യന്തികമായ ക്ഷേമം എങ്ങനെയുണ്ടാകും? ഇതാണ് ഭാഗവതത്തിലെ ചോദ്യം. ഇതാണ് ഭാഗവതത്തിലെ ഉത്തരവും. ആത്യന്തികമായ ക്ഷേമം, ഈശ്വരലാഭം, ആത്മലാഭം, അതാണ് ഭാഗവതത്തിന്റെ സന്ദേശം. ആ ആത്യന്തികമായ ക്ഷേമം സമ്പൃച്ഛേ ഭവ ഏതസ്മിൻ ക്ഷേമ കേനാഞ്ജസാ ഭവേത്. പൃഥ്വിമഹാരാജാവ് ആ ഋഷീശ്വരന്മാരോട് ചോദിച്ചു. സനകാദിയോഗീശ്വരന്മാര് ഒന്ന് പുഞ്ചിരിച്ചു ആദ്യം. എന്നിട്ട് പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് അറിവില്ലാത്തത് കൊണ്ടാണ് ഈ ചോദിക്കുന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. കാരണം അങ്ങ് വളരെ വളരെ അറിവുള്ളവനാണ്, ജ്ഞാനിയാണ് അങ്ങ്, ഭഗവാന്റെ ചൈതന്യം തന്നെയാണ് ഇതാ അങ്ങ്. അതുകൊണ്ട് അറിവില്ലാത്തത് കൊണ്ടല്ല അങ്ങ് ഈ ചോദിച്ചത്. പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അതോ ഈ മഹാരാജാവും സനകാദിയോഗീശ്വരന്മാരും തമ്മിലുള്ള സംഭാഷണം ഇതാ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രജകൾ ധാരാളമുണ്ട്. അവരുടെ ഹൃദയത്തില് ആത്മതത്വത്തെ ഒന്നുകൂടി ഉറപ്പിക്കണം. ഈ ഋഷീശ്വരന്മാരുടെ മുഖത്തിലൂടെ അതിനെ ഒന്നുകൂടി ഇതാ ദൃഢമാക്കണം. ഇതാണ് അങ്ങയുടെ ഉദ്ദേശം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും ഇതാ ആ ആത്യന്തികമായ ക്ഷേമത്തെക്കുറിച്ച് അങ്ങേക്ക് പറഞ്ഞു തരാം. പിന്നെ ഞങ്ങള് വന്നിരിക്കുന്നത് അങ്ങയെ ഉപദേശിക്കാനൊന്നുമല്ല, ഒരു സജ്ജന സംസർഗം, അതാണ് ഞങ്ങൾ കൊതിക്കുന്നത്. നമ്മളൊക്കെ ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? ആരും ആരെയും ഒന്നും പറഞ്ഞു മനസ്സിലാക്കാനൊന്നുമല്ല, മറിച്ച് സജ്ജനങ്ങളെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി ഇരിക്കുമ്പോ, അതും ഋഷിതുല്യരായിട്ടുള്ള യോഗീശ്വരന്മാരുടെ സാന്നിധ്യത്തില് നമ്മൾ ഇരിക്കുമ്പോ എന്തെന്നില്ലാത്ത ഒരാഹ്ലാദം, ഒരാത്മപ്രകാശം അവരുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയത്തിനൊക്കെ ഉണ്ടാവുന്നുണ്ട്. എത്രയോ തവണ കേട്ടതാണ്, എത്രയോ വർഷങ്ങള് ഈ തത്വവിചാരങ്ങൾ നമ്മൾ ചെയ്തതാണ്. പക്ഷെ ആ തത്വവിചാരങ്ങള് പലപ്പോഴും ലൗകിക ജീവിതത്തിൽ മുഴുകി, ചിലപ്പോ ഞാൻ പറയുന്നത് മുമ്പിലിരിക്കുന്ന യോഗീശ്വരന്മാരെ കുറിച്ചല്ല, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച്. അവര് ലൗകിക ജീവിതത്തിൽ മുഴുകി ആ ആത്മ
വിചാരം അല്പം ഒന്ന് ചാരം മൂടിപ്പോയിട്ടുണ്ട് എങ്കിൽ അതിനെ വീണ്ടും ഒന്ന് ഊതി ആ അഗ്നിയെ ഒന്നുകൂടി പ്രോജ്വലിപ്പിച്ച് ആ ജ്ഞാനാഗ്നിയുടെ പ്രകാശം ഒന്നുകൂടി അനുഭവപ്പെടാൻ, ആ ആത്മപ്രകാശം ഒന്ന് അനുഭവപ്പെടാൻ അതിനുള്ള ഒരവസരം ഭാഗവതം പറയുന്നത്. ഇതൊന്നും നമുക്ക് വേറെ എവിടെ നിന്നും കൊണ്ടുവന്ന് തരേണ്ടതൊന്നുമല്ല. ഭഗവാൻ എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും പോയി ലഭിക്കേണ്ട വസ്തുവല്ല, മറിച്ച് ആ ഭഗവാൻ ഹൃദിസ്ഥനാണ്. നമ്മുടെ ഒക്കെ ഉള്ളിലുണ്ടാ ഭഗവാൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിദൂരസ്ഥ കർമ്മ വിക്ഷിപ്തചേതസാം ഹൃദിസ്ഥോപ്യതിദൂരസ്ഥ കർമ്മ വിക്ഷിപ്തചേതസാം. ഹൃദിസ്ഥനാണ് ഭഗവാൻ. ഹൃദയത്തിലുണ്ടാ സർവേശ്വരൻ, നമ്മളിലെല്ലാം ഉണ്ടാ സർവേശ്വരൻ. പക്ഷേ ആ ഭഗവത് അനുഭവം നമുക്കില്ല, ആത്മാനുഭവം നമുക്കില്ല, ആ ആനന്ദാനുഭവം, ജ്ഞാനാനുഭവം അത് നമുക്കില്ല. കാരണം നമ്മളൊക്കെ കർമ്മവിക്ഷിപ്ത ചേതസ്സുകളാണ്. ഓരോരോ ലൗകിക കർമ്മങ്ങളാൽ മനസ്സ് മുഴുവൻ ശുദ്ധമായി കാമക്രോധ ലോഭ മോഹ മദ മാത്സര്യാദികളായ കറകൾ പിടിച്ച് ആ മനസ്സ് ഈശ്വരനിൽ നിന്ന് നമ്മളെ വേറൊന്നാണ് ഞാനെന്നുള്ള ബോധത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. മുക്തി എന്ന് വെച്ചാൽ ഭാഗവതം പറയുന്നു, മുക്തി എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക്, ഒരു വൈകുണ്ഠലോകത്തിലേക്ക് വിമാനത്തിൽ കയറി പോകുക. അതൊന്നുമല്ല മുക്തി. മുക്തി ഹിത്വാ അന്യഥാരൂപം സ്വരൂപേണ വ്യവസ്ഥിതി. മറ്റൊരു സ്വരൂപമാണെന്ന വിചാരത്തിൽ മുഴുകിയിരിക്കുന്ന നമ്മള് ആ അന്യഥാബോധത്തെ ഇല്ലാതാക്കി സ്വരൂപത്തില്, സ്വന്തം ആത്മസ്വരൂപത്തിൽ തന്നെ തിരികെ ഉണരുക. അവിടെ എത്താനൊന്നുമില്ല, അവിടെ ഉണരുക, ആ ബോധത്തിലേക്ക് ഉണരുക. അതാണ് മുക്തി. ആ മുക്തിക്ക് വേണ്ടി നിരന്തരമായി ചെയ്യുന്ന അനുസന്ധാനം, സ്വസ്വരൂപേണാനുസന്ധാനം ഭക്തി, സ്വസ്വരൂപാനുസന്ധാനം ഭക്തി. തന്റെ തന്നെ ആത്മസ്വരൂപത്തെ നിരന്തരം അനുസന്ധാനം ചെയ്യുക, അതാണ് ഭക്തി. അപ്പോ നമ്മൾ നാമം ജപിക്കുമ്പോ നമ്മുടെയൊക്കെ വിചാരം എന്താണെന്നറിയോ? ഗുരുവായൂരപ്പന്റെ നാമമാണ് ജപിക്കുന്നത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ശബരിമല ശാസ്താവിന്റെ നാമം ജപിക്കണു. യഥാർത്ഥത്തിൽ നമ്മൾ വേറെ ആരുടെയും നാമല്ല ജപിക്കുന്നത്, നമ്മളുടെ നാമമാണ് ജപിക്കുന്നത്. നമ്മളെ തന്നെയാണ് നമ്മൾ നിരന്തരം നാരായണ ഹരേ എന്ന് നമ്മൾ വിളിക്കുമ്പോ യഥാർത്ഥത്തില് നമ്മളിലുള്ള ഈശ്വര ശക്തിയെ സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നാമസങ്കീർത്തനത്തിലൂടെയും, ഓരോ പരിചര്യയിലൂടെയും, ഓരോ അർച്ചനയിലൂടെയും, ഓരോ കഥാശ്രവണത്തിലൂടെയും, ഓരോ വന്ദനത്തിലൂടെയും ആ സ്വസ്വരൂപത്തെ നിരന്തരം അനുസന്ധാനം ചെയ്യണു. നമ്മള് സ്വയം ആ സ്വരൂപത്തിലേക്ക് ഉണരാൻ വേണ്ടിയിട്ടുള്ള ജീവാത്മാവിന്റെ നിരന്തര അനുസന്ധാനം, അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. അല്ലാതെ കാണിച്ചു കൂട്ടുന്ന മറ്റുള്ളതൊക്കെ ഭക്തി എന്നൊന്നും പറയാൻ വയ്യ. അതൊന്നുമല്ല ഭക്തി. ഭാഗവതം പറയുന്നത് ആ സ്വസ്വരൂപാനുസന്ധാനം ഭക്തി. ശങ്കരാചാര്യസ്വാമികൾ പറയുന്നു, ആ സ്വരൂപത്തിലേക്ക് ഉണരലാണ്. ഇങ്ങനെ നിരന്തരം ഈശ്വരാനുസന്ധാനം, ആത്മാനുസന്ധാനത്തിന്റെ ഫലമായി നാമസങ്കീർത്തനം ആത്മാനുസന്ധാനം തന്നെയാണ്, ഭഗവത് കഥാശ്രവണം ആത്മാനുസന്ധാനം തന്നെയാണ്, ആ സ്വസ്വരൂപത്തെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൽ തന്നെയാണ്. ചിലപ്പോ ആദ്യമൊക്കെ നാമം ജപിക്കുമ്പോൾ ആ സ്വസ്വരൂപത്തെ അറിയുന്നില്ല എന്ന് മാത്രം. പക്ഷേ കുറെ നാമസങ്കീർത്തനം ചെയ്യുമ്പോ സങ്കീർത്തനം ഉണ്ടാവണമെങ്കിൽ ധ്യാനം ഉണ്ടാവണം. ധ്യാനമില്ലാത്ത സങ്കീർത്തനമില്ല. അപ്പോ നമ്മൾ അറിയാതെ നമ്മളുടെ അന്തരാത്മാവ് സ്വയം ഒരു ധ്യാനത്തില്, ആത്മാനുസന്ധാനത്തിൽ ഉറപ്പെടുന്നു. നാമസങ്കീർത്തനത്തിലൂടെ, നിരന്തര നാമസങ്കീർത്തനത്തിലൂടെ, കഥാശ്രവണത്തിലൂടെ, ഭഗവത് പരിചര്യകളിലൂടെ നമ്മൾ ആ സ്വസ്വരൂപത്തിലേക്ക് ഉയരുന്നു. യോഗീശ്വരന്മാര് പറഞ്ഞു, ഹേ പൃഥുമഹാരാജാവേ, അതുകൊണ്ട് അങ്ങയുടെ ഈ ചോദ്യത്തിന് ഞങ്ങൾ മറുപടി പറയാം. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ
രതിർദുരാപാവിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്തരാത്മനാം. ഹേ മഹാരാജാവേ, അങ്ങയ്ക്ക് ആ ശ്രീകൃഷ്ണപാദങ്ങളില് നൈഷ്ഠികയായിട്ടുള്ള നിഷ്ഠയോടുകൂടിയ ഒരു പ്രേമഭക്തി അങ്ങയ്ക്ക് ഉണ്ട്. ഇതാ ആ ഹൃദയത്തിന്റെ സകലവിധ ദോഷങ്ങളെയും ഇല്ലാതാക്കി. കാമം കഷായം മലമന്തരാത്മനഃ, അന്തരാത്മാവിന്റെ ആ മറച്ചുവെക്കുന്ന ആ കാമക്രോധ ലോഭമോഹ മദമാത്സര്യാദികളായ മനോവൃത്തികളെ മുഴുവൻ ഇല്ലാതാക്കി മനസ്സിനെ പരിശുദ്ധമാക്കി തീർക്കാൻ അങ്ങയ്ക്ക് സാധിക്കുന്നുണ്ട്. അങ്ങ് ഭഗവത് ഭക്തനാണ്. അതേപോലെ ആത്യന്തികമായ ക്ഷേമം, ക്ഷേമക്കേണ അഞ്ജസാ ഭവേൽ, എങ്ങനെയാണ് ആ ക്ഷേമം ഉണ്ടാവുക എന്നാണ് അങ്ങ് ചോദിച്ചത്. ആ ക്ഷേമം എന്നുള്ള അവസ്ഥയിലേക്ക് എത്താൻ സകല ശാസ്ത്രങ്ങളിലും വർണ്ണിച്ചിരിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ട്, അതിൻ്റെ രത്നച്ചുരുക്കമായിട്ട് രണ്ട് കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഒന്ന്, ശാസ്ത്രേഷ്വിയാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദ്യഗ്വിമൃശേഷു ഹേതുഃ അസംഗ ആത്മവ്യതിരിക്ത ആത്മനിദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയാം. സകല ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ള സകല തത്വങ്ങളുടെയും സാരം ഇത് തന്നെയാണ്. എന്താ പറഞ്ഞിട്ടുള്ളത്? അസംഗ ആത്മവ്യതിരിക്തേ, ആത്മാവിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള സകല കാര്യങ്ങളിലും അസംഗമുണ്ടാവണം, വൈരാഗ്യമുണ്ടാവണം. ആത്മാവല്ലാത്ത അനാത്മാവായിട്ടുള്ള സകല വസ്തുക്കളിലും വൈരാഗ്യം ഉണ്ടാവണം. അവയോട് ഒരു സംഘം ഉണ്ടാവരുത്. ഇതാണ് ആദ്യത്തെ, വൈരാഗ്യം എന്നുള്ളതാണ് ആദ്യത്തെ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുള്ള ഒന്ന്. രണ്ട് കാര്യങ്ങളാണ് ശാസ്ത്രങ്ങളിൽ നമ്മൾ നേടിയെടുക്കേണ്ടതായിട്ട് പറയുന്നത്. അതിലാദ്യത്തെയാണ് വൈരാഗ്യം. ലൗകിക വിഷയങ്ങളോട് ഒരു വൈരാഗ്യം, നശിച്ചു പോകുന്നതായ ആത്മവ്യതിരിക്തമായ ലൗകികമായ സകല വിഷയങ്ങളോടുമുള്ള ഒരു അസംഗം അതുണ്ടാവണം. ഇനി മറ്റൊന്നുണ്ടാവേണ്ടത് ആത്മനീദൃഢാബ്രതിർബ്രഹ്മണി നിർഗുണേ ചയാം. ആത്മസ്വരൂപമായ നിർഗുണമായ ആ ബ്രഹ്മത്തില് ദൃഢമായ രതി, ഉറച്ച ഭക്തി ഉണ്ടാവണം. ഇത് രണ്ടുമാണ് ഇതാ സകല ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരാംശം. ആത്മവ്യതിരേകമായിട്ടുള്ള വ്യതിരിക്തമായ സകല വസ്തുക്കളോടും അസംഗവും, അതേപോലെ ആത്മസ്വരൂപമായ ബ്രഹ്മസ്വരൂപമായ ആ ഭഗവാനിൽ ദൃഢയായ രതി, അതിൽ നിന്ന് ഉറച്ച ബുദ്ധി, അതും ഉണ്ടാവണം. ഇതാണ് സകല ശാസ്ത്രങ്ങളിലും പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരാംശം. ഇതെങ്ങനെയുണ്ടാക്കാം? നമ്മളൊക്കെ ജീവിതത്തിൽ ഈ പൃഥുമഹാരാജാവിനോട് സനകാദി യോഗീശ്വരന്മാർ നൽകിയ ഈ ദിവ്യമായ ഉപദേശം നമ്മളൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ്. കാരണം പൃഥുമഹാരാജാവ് ചോദിച്ചത് തനിക്ക് എങ്ങനെ ക്ഷേമം ഉണ്ടാവും എന്നല്ല, മറിച്ച് ലോകത്തിലെ എല്ലാവർക്കും ക്ഷേമം എങ്ങനെയുണ്ടാവും എന്നാണ്. അപ്പോ യഥാർത്ഥത്തിൽ ചോദിച്ചത് നമുക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മളാണിത് മനസ്സിലാക്കേണ്ടത്. പൃഥുമഹാരാജാവ് ഭഗവാന്റെ അവതാരമാണ്. അവിടുത്തേക്ക് മുക്തിയെക്കുറിച്ച് ഉപദേശിക്കുകയോ അല്ലെങ്കിൽ മുക്തിയെക്കുറിച്ച് ഗ്രഹിക്കേണ്ടതായിട്ടുള്ള ആവശ്യമൊന്നുമില്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ ചോദ്യം ചോദിച്ചു, എന്തിനു വേണ്ടി സനകാദി യോഗീശ്വരന്മാരിൽ നിന്ന് മറുപടി സ്വീകരിച്ചു എന്നാണെങ്കിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മളാണ് ഈ സനകാദി യോഗീശ്വരന്മാരുടെ ഉപദേശം ഉൾക്കൊള്ളേണ്ടതായിട്ടുള്ളത്. ഇതെങ്ങനെയുണ്ടാവും? അനാത്മാവായ വസ്തുക്കളോട് വിരക്തിയും ആ അസംഗവും ആത്മവസ്തുവായ ഭഗവാങ്കൽ ബ്രഹ്മസ്വരൂപത്തില് എങ്ങനെ ആ ദൃഢയായ രതി എങ്ങനെയുണ്ടാവും എന്നാണെങ്കിൽ, സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ
ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച. 4 ശ്ലോകങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഈ വൈരാഗ്യവും ലൗകിക വിഷയങ്ങളോടുള്ള വൈരാഗ്യവും ആത്മസ്വരൂപത്തിൽ ഇതാ ആ ദൃഢയായ രതിയും എങ്ങനെ ഉണ്ടാകും എന്ന് ആ ഉപാസനയുടേതായ മാർഗം, നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കേണ്ടതായ ആ ഉപാസനാ മാർഗം ഇതാ ഉപദേശിക്കുന്നു. സാ ശ്രദ്ധയാ, ശ്രദ്ധയുണ്ടാവണം. ഗുരുവിന്റെ വാക്കില്, ശാസ്ത്രവാക്കില് ശ്രദ്ധയുണ്ടാവണം. ശ്രദ്ധയോടുകൂടി ഗുരുവാക്യങ്ങളെയും ശാസ്ത്രവാക്യങ്ങളെയും ശ്രവിച്ച് അവയെ ജീവിതത്തില് പകർത്താൻ വേണ്ടി ശ്രമിക്കുക. സാ ശ്രദ്ധയാം ഭഗവദ്ധർമ്മചര്യയാം. ഭഗവദ്ധർമ്മങ്ങള് എന്ന് വെച്ചാൽ ഭാഗവതധർമ്മങ്ങള്. ഏതാ ഭാഗവതധർമ്മം? ഭാഗവതധർമ്മം എന്ന് വെച്ചാൽ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ നവധാഭക്തിയുണ്ട്. അതില് ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ഈ ആദ്യത്തെ 6 അതിനെയാണ് സാധനാഭക്തി എന്ന് പറയുക. ആ സാധനാഭക്തിയുടെ മാർഗത്തില് മുന്നേറുന്ന ഒരു ജീവാത്മാവിനാണ് ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന ആ സാധ്യ ഭക്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുക. അപ്പോൾ സാധനാഭക്തിയുടെ മാർഗത്തിലൂടെ ഭഗവത് കഥകൾ ശ്രവിച്ചുകൊണ്ടും ഭഗവത് നാമങ്ങളും ഭാഗവതാദി ഗ്രന്ഥങ്ങളും കീർത്തിച്ചുകൊണ്ടും ആ ഭഗവത് ധ്യാനം ചെയ്തുകൊണ്ടും ഭഗവാനെ പൂജ ചെയ്തുകൊണ്ടും അർച്ചനം ചെയ്തുകൊണ്ടും വന്ദനം ചെയ്തുകൊണ്ടും ഇതാ ഉപാസനയുടേതായ ആ മാർഗത്തിലൂടെ സഞ്ചരിക്കൂ. ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ. അതേപോലെ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവണം. ആത്മാവാര് എന്നറിയണം, ഞാനാര് എന്നറിയണം. ആ ഞാനാര് എന്നറിയാൻ വേണ്ടി ആ ജിജ്ഞാസയോടുകൂടി ഇതാ സദ്ഗുരുനാഥന്മാരെ സമീപിച്ച് അവരിൽ നിന്ന് ആ ജിജ്ഞാസയുടെ ശമനം ഇതാ ഉണ്ടാക്കൂ, ജ്ഞാനം നേടൂ. ജിജ്ഞാസയാ ആധ്യാത്മികയോഗനിഷ്ഠയാ. അതേപോലെ യമനിയമാദികളായിട്ടുള്ള യോഗനിഷ്ഠകൾ, ആധ്യാത്മിക യോഗനിഷ്ഠകള് നമ്മൾ സ്വയം ജീവിതത്തിൽ ആചരിക്കണം. ഇതാ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കാൻ വേണ്ടി സ്നാനം, ശൗചം, അതേപോലെ ഹ്രീ മുതലായിട്ടുള്ള ആ യമനിയമാദികള് ജീവിതത്തില് അഹിംസ, സത്യം, അസ്തേയം എന്നൊക്കെ യമനിയമാദികളെ കുറിച്ച് ഭാഗവതം വിസ്തരിച്ചു പറയുന്നുണ്ടല്ലോ. ആ യമനിയമാദികളെല്ലാം ആ യോഗനിഷ്ഠകള് നിങ്ങള് അനുശീലിക്കൂ. അതേപോലെ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവകഥയാ പുണ്യയാ ച. യോഗേശ്വരന്മാരായ തപസ്വികളായ ജ്ഞാനികളായ മഹാത്മാക്കളെ ആശ്രയിക്കൂ, അവരുടെ അനുഗ്രഹം നേടൂ. അവരുടെ മുഖാരവിന്ദത്തിലൂടെ ഒഴുകിവരുന്ന ഭഗവത് കഥകളും ഭഗവത് തത്വങ്ങളും ഇതാ നിങ്ങളുടെ ഹൃദയം മുഴുവൻ നിറയട്ടെ. അതേപോലെ ആ പുണ്യങ്ങളായ ഭഗവത് കഥകള് ഹൃദയം മുഴുവൻ നിറയട്ടെ. ഇങ്ങനെ യോഗനിഷ്ഠയിലൂടെയും ആധ്യാത്മിക സേവയിലൂടെയും ആ യോഗേശ്വര സേവയിലൂടെയും പുണ്യകഥാശ്രവണത്തിലൂടെയും ഇതാ മുന്നോട്ടു നീങ്ങൂ. അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യ തൃഷ്ണയാ. ഈ ലോകത്തിൽ കാണുന്ന പണം, അതേപോലെ ലൗകികങ്ങളായ മറ്റാഗ്രഹങ്ങള്, ഭാര്യ, കുടുംബം, കുട്ടി, ഉദ്യോഗം, ഇങ്ങനെയുള്ള ലൗകികമായിട്ടുള്ള ആ കാര്യങ്ങളോടൊക്കെ ഒരു വിതൃഷ്ണ ഉണ്ടാവട്ടെ. അവയോടൊക്കെ കുറേശ്ശെയായി മനസ്സ് അതിൽ നിന്ന് പതുക്കെ പതുക്കെ ഒന്ന് അടർത്തിയെടുത്ത് ഭഗവാങ്കലേക്ക് സമർപ്പിക്കാൻ സാധിക്കട്ടെ. തത്സമ്മതാനാമ പരിഗ്രഹേണ ച. അങ്ങനെ നമ്മളെ വിഷയത്തിലേക്ക് നിരന്തരം വലിച്ചുകൊണ്ടിരിക്കുന്ന വിഷയ സുഖങ്ങളെ, അവയെ എങ്ങനെ രക്ഷപ്പെടാം? കുറേശ്ശെയാണെങ്കിലും അതിനെ ഉപേക്ഷിക്കാൻ വേണ്ടി പഠിക്കൂ. ലൗകിക സുഖങ്ങളെ ഉപേക്ഷിക്കാൻ വേണ്ടി പഠിക്കൂ. ജീവിതത്തില് നമ്മൾ ഓരോരുത്തരും ലൗകിക വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈശ്വരങ്കലേക്ക് പ്രയാണം ചെയ്യണം.
ഭഗവാങ്കലെത്തണം, ആത്മജ്ഞാനം ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവര് കുറേശ്ശെ കുറേശ്ശെ ആ ലൗകികമായ ആഗ്രഹങ്ങളിൽ നിന്ന് വിടുതൽ നേടി വരൂന്ന, കുറേശ്ശെ കുറേശ്ശെ ഉപേക്ഷിക്കൂ. ഇനി എനിക്ക് പ്രഭാതത്തിൽ ബെഡ് കോഫി കിട്ടിയില്ലെങ്കിലും ഞാൻ എഴുന്നേൽക്കും എന്നുള്ള ഒരു ചിന്ത ആദ്യം ഉണ്ടാവട്ടെ. പ്രഭാതത്തില് ഈശ്വര സേവ ഞാൻ ചെയ്യും എന്ന് ചിന്തിക്കൂ. സന്ധ്യാസമയത്ത് ഇനി ടെലിവിഷത്തിന്റെ മുമ്പില് ഞാൻ ഇരിക്കില്ല എന്ന് തീരുമാനിക്കൂ. ടെലിവിഷൻ എന്നാ പറയേണ്ടത്. നമ്മുടെ മനസ്സിലേക്ക് നിരന്തരം വിഷം പകർന്നു തരുന്ന ഒരു സാധനമാണത്. അതുകൊണ്ടാണ് ടെലിവിഷൻ എന്നല്ല, വിഷം എന്നാണ് അതിനെ പറയേണ്ടത്. ആ സന്ധ്യാസമയത്ത് ഭഗവത് നാമകീർത്തനവും ഭഗവത് കഥാശ്രവണവും ഭഗവത് ഉപാസനയുമായി കഴിയൂ. ആ ടെലിവിഷത്തിന്റെ മുമ്പില് ആ കാതുകൾക്ക്, കർണങ്ങൾക്ക്, കണ്ണുകൾക്ക് അടിമപ്പെട്ട് അതിൻ്റെ മുമ്പില് എന്നും ഈ വിഷപാനം ചെയ്യാൻ വേണ്ടി പോയിരിക്കുന്നവരാണ് മിക്കവാറും ലോകത്തിലുള്ള ആളുകൾ. മിക്കവാറുന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവരും അങ്ങനെയാണെന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല. അതുകൊണ്ട് എങ്കിലും മിക്കവാറും ആളുകളൊക്കെ ഈ ടെലിവിഷത്തിന്റെ മുമ്പില് വിഷപാനത്തിന് വേണ്ടി ചെന്നിരിക്കുന്നവരാണ്. കണ്ണുകളുടെ അടിമകളായിട്ട് തീർന്നിരിക്കണു നമ്മള്. കാതുകളുടെ അടിമകളായിട്ടുണ്ട്. പണ്ട് എപ്പോഴെങ്കിലുമൊക്കെ ആ പാട്ട് കേൾക്കുക. ഇപ്പം അങ്ങനെയല്ല. ആളുകളെ ചെവിയിൽ 2 സാധനവും കുത്തിത്തിരിയിട്ടാണ് നടക്കുക തന്നെ. കാർ ഓടിക്കുമ്പോഴായാലും നടക്കുമ്പോഴായാലും ഡാൻസ് കളിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുന്നത് കാണാം. പാട്ട് കേൾക്കുകയാണ് അത്രേ. കാതുകൾക്ക് അടിമകളായി തീർന്നു കഴിഞ്ഞിട്ടുണ്ട് നമ്മള്. നാവിന് അടിമകളായി തീർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ശരീരത്തിന്റെ നിലനിൽപ്പിന് ഇത്രയൊന്നും ആഹാരം നമുക്ക് ആർക്കും ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴും രുചിയുടെ പിന്നാലെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. ഏകാദശത്തിൽ ഭഗവാൻ പറയും, ഇനി ജിതം സർവേ ജിതേ രസേ. നാവിനെ ജയിച്ചിട്ടില്ല എങ്കിൽ ഒന്നിനെയും ജയിച്ചിട്ടില്ല. നാവിനെ ജയിച്ചോ നിങ്ങൾ എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചു എന്ന് പറയാം. അതുകൊണ്ട് ഈ രുചികരമായ ഭക്ഷണ സാധനങ്ങളെ ഒക്കെ കുറേശ്ശെ കുറേശ്ശെ ഉപേക്ഷിക്കാൻ തയ്യാറാവൂ. അവനവന്റെ ശരീരത്തിന്റെ നിലനിൽപ്പിന് എന്താവശ്യമോ അത് മാത്രം സ്വീകരിക്കൂ. കാരണം ഈ ഭക്ഷണം കഴിച്ച് കഴിച്ച് എന്തിനാ ഈ ശരീരത്തിനെ ഇങ്ങനെ വളർത്തി? എന്നിട്ടോ ഇത് നന്നാവൊന്നുമല്ല. അധികം ഭക്ഷണം കഴിക്കുന്തോറും രോഗത്തിന്റെ ഇരിപ്പിടമായിട്ട് മാറുന്നു. വൈദ്യന്റെ അടുക്കൽ പോയാൽ വൈദ്യം പറയും, ആഹാരം കുറയ്ക്കൂ, ഭാരം കുറയ്ക്കൂ, പഞ്ചസാര കുറയ്ക്കൂ, ഉപ്പ് കുറയ്ക്കൂ, മധുരം കുറയ്ക്കൂ, പുളി കുറയ്ക്കൂ എന്ന്. പക്ഷെ നമ്മൾ പഞ്ചസാര കുറയ്ക്കാൻ പറഞ്ഞാൽ ഷുഗർ ഫ്രീ ഉണ്ടോ എന്ന് അന്വേഷിക്കും. ഇതാണ് നമ്മുടെ സ്വഭാവം. കാരണം നമ്മൾ നാവിന് അടിമപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് മനസ്സിനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടെങ്കിലും ഉപേക്ഷിക്കാൻ തയ്യാറാവും. ഇത് പറയുന്നത് നമ്മളുടെ ജീവിതത്തില് ഇതൊക്കെ പ്രായോഗികമാക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉപേക്ഷിക്കുക. അങ്ങനെ ഉപേക്ഷിച്ച് അർത്ഥേന്ദ്രിയഗ്രാമസകോഷ്ഠതൃഷ്ണയാ തസ്സമ്മതാനാമപരിഗ്രഹേണ ച, അവയൊക്കെ സ്വീകരിക്കാതിരിക്കുക. വിവിക്തരുച്യാം പരിതോഷാത്മൻ വിനാ ഹരേർഗുണപീയൂഷപാനാൽ. ഭഗവാന്റെ കഥകൾ നിരന്തരമായി കേൾക്കൂ, ഭഗവത് തത്വത്തെ മനസ്സിലാക്കൂ. എന്നാൽ ഭഗവത് കഥകൾ പറഞ്ഞു തരാൻ ആരുമില്ല എന്നുള്ള സന്ദർഭം വരുമ്പോ വിവിക്തരുച്യ, ഏകാന്തത്തിൽ പോയി ആത്മവിചാരം ആരംഭിക്കൂ. വിവിക്തരുച്യാം പരിതോഷാത്മൻ വിനാ ഹരേർഗുണപീയൂഷപാനാൽ അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിദീക്ഷയാ ചാം. അഹിംസ, സത്യം, അങ്ങനെയുള്ള ആ യമനിയമാദികളൊക്കെ അനുഷ്ഠിക്കൂ. പരമഹംസന്മാരായ ഋഷീശ്വരന്മാര് യാതൊരുവിധ പാരമഹംസ ചര്യകളെ അനുഷ്ഠിക്കുന്നുവോ ആ പാരമഹംസ്യ ചര്യകളെ സ്വന്തം ജീവിതത്തിലും അല്പാൽപമായി പകർത്താൻ ശ്രമിക്കൂ. സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ നിരന്തരമായി സ്മരിക്കൂ. ആ നിരീഹയാ ദ്വന്ദ്വതിദീക്ഷയാ ചാം, അതേപോലെ യാതൊന്നിനോടും ആഗ്രഹമില്ലാതെ എന്ത് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിൻ്റെ കർമ്മഫലത്തിൽ ഒരു ആസക്തിയില്ലാതെ ചെയ്യൂ. അനിന്ദയാ, ആരോടും ഒരു അനിന്ദയുണ്ടാവരുത്.
മറ്റ് യാതൊരു ധർമ്മങ്ങളോടും നമുക്ക് നിന്ദയുണ്ടാവരുത്, അനിന്ദയുണ്ടാവണം. മറ്റുള്ളവർ പലരും പല ധർമ്മങ്ങൾ ചെയ്യും. ചിലവര് പൂജ ചെയ്യുന്നതിലാണ്, ചിലർക്ക് യോഗാനുഷ്ഠാനങ്ങളാണ്, ചിലർക്ക് പ്രാണായാമമാണ്, പലർക്കും പല വഴികളാണ്. ഓരോരുത്തരും അവരവരുടെ അധികാരഭേദത്തിനനുസരിച്ച് അവരവരുടെ വഴി തെരഞ്ഞെടുത്തു എന്ന് മാത്രം. നമുക്ക് ഒരാളെയും ഒരിക്കലും നിന്ദിക്കാനുള്ള അവകാശമില്ല. അനിന്ദയാ, ഒന്നിനെയും നിന്ദിക്കാനുള്ള അവകാശമില്ല. ഇങ്ങനെ ദ്വന്ദ്വതിദീക്ഷയാച, സുഖദുഃഖങ്ങളായാലും ശീതോഷ്ണങ്ങളായാലും ഒക്കെ കുറേശ്ശെ സഹിക്കാൻ പഠിക്കൂ. ഹരേർമുഹുസ്തത്പരകർണപൂരഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാഖ്യസംഗ സദസത്യനാത്മനിസ്യാം നിർഗുണേ ബ്രഹ്മണി ചാംജതാരതി. ഇങ്ങനെ ആ ഹരിഭഗവാന്റെ വീണ്ടും വീണ്ടുമുള്ള ആ കർണപൂരങ്ങളായ, കർണങ്ങൾക്ക് എന്നും ആനന്ദം നൽകുന്നതായ ഭഗവത് കഥാശ്രവണത്തിലൂടെ ഗുണാഭിധാനേന വിജൃംഭമാണയ, ഭഗവത് കഥകളും ഗുണങ്ങളും കേട്ട് ഇതാ തുടിക്കുന്ന ഹൃദയവുമായിട്ട് ഭക്തനായിട്ട് ഭക്തിയോടുകൂടി അസംഗനായി ഇതാ സത്വം അസത്വം ചേർന്ന ഈ പ്രപഞ്ചത്തില് ആ അനാത്മാവായിട്ടുള്ള ത്രിഗുണാത്മികയായ ഈ പ്രപഞ്ചത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തി ആ ബ്രഹ്മത്തില് പരമമായ രതിയെ നേടൂ എന്ന് ആ യോഗീശ്വരന്മാര് ഉപദേശിക്കുകയാണ്. ഇങ്ങനെ സ്വന്തം ജീവിതത്തില് സദാചാരത്തിലൂടെ സാധനാഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ജീവൻ ആ ഭഗവത് ഭക്തി നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കുമ്പോ, ആത്മജിജ്ഞാസ നമ്മുടെ ഹൃദയത്തിൽ അങ്കുരിക്കുമ്പോ, ആ ഭഗവത് ഭക്തിയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി, ആത്മജിജ്ഞാസയെ ഇതാ പൂർത്തീകരിക്കാൻ വേണ്ടി, ആത്മാവിനെ കുറിച്ച് ജ്ഞാനോപദേശത്തിന് വേണ്ടി അവരുടെ മുമ്പില് ഗുരുനാഥൻ വന്നു ചേരും എന്നാണ്. ശിഷ്യന്മാര് ഗുരുനാഥനെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഗുരുനാഥന്മാർക്ക് ഇവിടെ യാതൊരു കുറവുമില്ല. അനേകം ഗുരുനാഥന്മാര്, സജ്ജനങ്ങള് ലോകത്തിലെ ലോകാനുഗ്രഹ തൽപരരായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. പക്ഷെ യോഗ്യരായിട്ടുള്ള ശിഷ്യന്മാരായില്ലാത്തത്. അതുകൊണ്ട് ആ ഗുരുനാഥന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള യോഗ്യത നേടൂ. സാധനാഭക്തിയുടെ മാർഗത്തിലൂടെ ആ ജ്ഞാനത്തിനുള്ള യോഗ്യത നേടൂ നിങ്ങൾ. അങ്ങനെ യോഗ്യത നേടിക്കഴിഞ്ഞാൽ അവരുടെ മുമ്പില് ശിഷ്യനെ അന്വേഷിച്ച് ഗുരുനാഥൻ അവിടെ എത്തും എന്നാണ്. ഗുരുനാഥന്മാര് കാത്തിരിക്കുകയാണത്രേ യോഗ്യനായിട്ടുള്ള ഒരു ശിഷ്യനെ കിട്ടാൻ, ആത്മജ്ഞാനം പകർന്നു കൊടുക്കാൻ കരുണാപൂർവം യോഗീശ്വരന്മാര് കാത്തിരിക്കുന്നു എന്നാ. പക്ഷെ നമ്മള് എന്തുകൊണ്ട് നമുക്ക് ആ ഉപദേശം, അനുഗ്രഹം ലഭിക്കുന്നില്ല എന്നാണെങ്കിൽ നമുക്കതിനുള്ള യോഗ്യതയായിട്ടില്ല. ആ യോഗ്യത നേടണം നമ്മൾ. ഭഗവത് ഉപാസനയിലൂടെ, സാധനാഭക്തിയിലൂടെ ആ യോഗ്യത നേടൂ. അങ്ങനെ നേടിക്കഴിഞ്ഞാൽ യഥാരത്യ ബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗ ബ്രഹ്മസാം ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നി. ആ ഗുരുനാഥന്റെ അടുക്കൽ നിന്ന് ഇതാ ആത്മജ്ഞാനത്തെ കുറിച്ച് ആ ഗുരുനാഥൻ ഉപദേശിക്കും. ആ ജ്ഞാനപ്രദീപത്തെ ഗുരുനാഥൻ നമ്മളുടെ ഹൃദയത്തില് പ്രകാശിപ്പിക്കും. ആ ജ്ഞാനപ്രദീപം, ജ്ഞാനാഗ്നി ഹൃദയത്തിൽ അങ്ങനെ ജ്വലിക്കുന്നതോടുകൂടി ദഹത്യവീര്യം ഹൃദയം ജീവകോശം, നമ്മളുടെ ഈ മനസ്സാകുന്ന ജീവകോശം ദഹിച്ചു പോകണു. ഈ മനസ്സില് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം ഇങ്ങനെയുള്ള പല പല ദോഷങ്ങളോടുകൂടിയ ജീവകോശങ്ങളോടുകൂടിയതാണ് നമ്മളുടെ ഈ മനസ്സാകുന്ന ആ കണ്ണാടി. അതിനെ നശിപ്പിക്കണം. മനസ്സ് ഇല്ലാതാവണം. അതാണ് വേണ്ടത്. ഈ മനസ്സാണ് ഇനി ഋഷഭയോഗീശ്വരന്റെ, ഭരതയോഗീശ്വരന്റെ ചരിത്രത്തില് പറയും, ആത്മമോശമായിട്ടുള്ള ആ മനസ്സിനെ ജയിക്കൂ. ആത്മാവിനെ നമ്മളിൽ നിന്നൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നൊരു കള്ളനുണ്ട്. അവനാണ് മനസ്സ്. അവനെയാണ് ജയിക്കേണ്ടത്. മനസ്സാണ് നമ്മളെ ആപത്തിലേക്ക് ചാടിക്കുന്നത്. എന്നാൽ ഈ മനസ്സാണെങ്കിലോ ഈ 5 ജീവകോശങ്ങളോട് കൂടിയതാണ്. അവിദ്യയുണ്ട്, അസ്മിതയുണ്ട്, രാഗമുണ്ട്, ദ്വേഷമുണ്ട്, അഭിനിവേശമുണ്ട്. അതേപോലെ ആ
മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഇതുകളോടൊക്കെ കൂടിയ അന്തഃകരണം, ഇതൊക്കെ കൂടിയിട്ടാണ് ഇതിന്റെ എല്ലാം ഒരു സംഘാതം. അതാണ് മനസ്സ്. ആ മനസ്സിനെ നശിപ്പിക്കണം. ആ മനസ്സിനെ നശിപ്പിക്കാൻ എന്താ വഴി? ഈ ഉപദേശത്തില് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഒന്ന്, ഇന്ദ്രിയ നിഗ്രഹം. അതെങ്ങനെ സാധിക്കാം? അത് വൈരാഗ്യം കൊണ്ട് സാധിക്കണം. ഇനി അവിദ്യയെ എങ്ങനെ ജയിക്കാം? അതിനെ ഇതാ ഗുരുനാഥനിലൂടെ ലഭിക്കുന്ന ജ്ഞാനാഗ്നിയിൽ അവിദ്യയെ ദഹിപ്പിക്കാം. ഇനി മനസ്സിനെ എങ്ങനെ ജയിക്കാം? മനസ്സിനെ ജയിക്കണമെങ്കിൽ ഭഗവത് ഭക്തിയാണ് ഏറ്റവും എളുപ്പമായ വഴി. മനസ്സിനെ ജയിക്കാൻ പല വഴികളുണ്ട്. പക്ഷെ ഏറ്റവും എളുപ്പമായ വഴി ഈ ഭഗവത് ഭക്തിയാണ്. ഈ 3 തത്വങ്ങളാണ് സനകാദി യോഗീശ്വരന്മാര് പറഞ്ഞു കൊടുത്തത്. അപ്പോ ഈ മനസ്സ് വിഷയങ്ങളിലും വിഷയസുഖങ്ങളിലും സദാസമയവും രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഫലമായിട്ട് നമ്മളുടെ വിചാരശീലമില്ലാതാവുന്നതാണ്. ലൗകിക വിഷയങ്ങളോട് താല്പര്യമുണ്ടാവുമ്പോൾ മനസ്സിന്റെ വിചാരശീലമില്ലാതാവും. നമ്മളിപ്പോ ആ ലൗകിക ശീലങ്ങളിൽ നിന്ന് മാറി വിചാരശീലത്തിലേക്ക് തിരികെ വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ വിചാരസത്രത്തിലൂടെ. അങ്ങനെ വിചാരശീലമില്ലാതായാൽ നമ്മളുടെ ബുദ്ധിയിൽ നിന്ന് ഓർമ്മ ഇല്ലാതാവും. ഓർമ്മയില്ലാതായാൽ ജ്ഞാനം ഇല്ലാതാവും. ജ്ഞാനത്തിന്റെ, ആത്മബോധത്തിന്റെ, ആത്മജ്ഞാനത്തിന്റെ നഷ്ടം, അതിനെ തന്നെയാണ് ആത്മനഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ലൗകിക വിഷയങ്ങളിലുള്ള ആഗ്രഹമാണ് ഒരു മനുഷ്യന്റെ വിചാരശീലതയെ ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് ആ ലൗകിക വിചാരങ്ങളിൽ നിന്ന്, ലൗകിക ഫലങ്ങളുടെ ചിന്തയിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശെ വിടുതൽ നേടേണ്ടിയിരിക്കുന്നു നമ്മൾ. അങ്ങനെ അതിന് വൈരാഗ്യമുണ്ടാവണം. ലൗകിക വിഷയങ്ങളോടുള്ള വൈരാഗ്യമുണ്ടാവണം. ആ ലൗകിക വിഷയങ്ങളോട് അത് തന്നെത്താൻ ഒരു ദിവസം നമ്മുടെ മനസ്സിൽ വൈരാഗ്യം ഒരു ദിവസം പൊട്ടിമുളയ്ക്കൊന്നുമില്ല. പരിശ്രമം വേണം അതിനു വേണ്ടിയിട്ട്. സാധാരണ ഭാരതീയ ജീവിതത്തിനെ 4 ആശ്രമങ്ങളായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം, അതേപോലെ സന്യാസാശ്രമം. എന്താ ആശ്രമം എന്ന് വെച്ചാൽ ആന്തം ശ്രമം ചെയ്യുന്ന സ്ഥലം. ആദ്യം മുതൽ അവസാനം വരെ പരിശ്രമിക്കണം. പരിശ്രമം കൂടാതെ ഒന്നും നടക്കില്ല. ഗൃഹസ്ഥ ജീവിതവും ആശ്രമമാണ്. എപ്പോ? അവിടെ ഈ ആത്മവിചാരത്തിനുള്ള ശ്രമം നമ്മൾ ചെയ്യുമ്പോ സർവോപകാരക്ഷമം ആശ്രമം തേ എന്ന് കാളിദാസൻ പറഞ്ഞതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ആശ്രമമായിട്ട് ഗൃഹസ്ഥാശ്രമം മാറുന്നു. ഈ പൂജ്യരായ യോഗിവര്യന്മാര് ഒഴിച്ചു ബാക്കിയുള്ളവരൊക്കെ മിക്കവാറും ഗൃഹസ്ഥ ജീവിതന്മാരാ. നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ്. ഭാഗവതം 3 തരത്തിൽ പറയുന്നുണ്ട്. ഗൃഹമേധികളെന്ന് വെച്ചാൽ കുടുംബം, കുട്ടികളെ, പണം, ഉദ്യോഗം, ഭാര്യ എന്ന് മാത്രം വിചാരിച്ചുകൊണ്ട് ഈ ലൗകിക ജീവിതത്തിൽ മുഴുകിക്കഴിയുന്നവര്, അവരാണ് ഗൃഹമേധികള്. ഇനി വേറെ ചിലവരുണ്ട് ഗൃഹസ്ഥന്മാര്, ഗൃഹത്തിൽ താമസിക്കുന്നവര് എന്നർത്ഥം. അതായത് ഗൃഹം തന്റെ തലയിൽ കൊണ്ടുവച്ചിട്ടില്ല. ഞാനില്ലെങ്കിൽ എന്റെ കുടുംബം എങ്ങനെ കഴിഞ്ഞുകൂടുമെന്നുള്ള ചിന്തയില്ല. കുറേശ്ശെ ഈശ്വര സേവ തുടങ്ങിയിട്ടുണ്ട്. അതാണ് ഗൃഹസ്ഥന്മാര് എന്ന് പറഞ്ഞു. ഇനി ഗൃഹാശ്രമികളായിട്ടുള്ള ആളുകളുണ്ട്. ഗൃഹത്തെ പോലും ആശ്രമമാക്കിയിട്ടുള്ള ഗൃഹസ്ഥാശ്രമികള്. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ നമ്മുടെ ഗൃഹം ആശ്രമമാക്കി മാറ്റേണ്ടിയിരിക്കുന്നു ഭാരതീയര്. ഇനി ഗൃഹം ആശ്രമമായിട്ട്, ഈശ്വരനെ ലഭിക്കാനുള്ള ആശ്രമമായിട്ട് മാറ്റേണ്ടിയിരിക്കുന്നു. എങ്കിലേ ഭാരതീയർക്ക് ആധ്യാത്മികമായ ഉയർച്ചയുണ്ടാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി ലൗകിക വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ കുറേശ്ശെ കുറേശ്ശെ പിന്തിരിപ്പിച്ച് ആ വൈരാഗ്യഭാവം കൊണ്ട് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഒന്ന് നിയന്ത്രിക്കൂ. അങ്ങനെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുമ്പോൾ ഗുരുനാഥന്റെ ഉപദേശം, ജ്ഞാനാഗ്നി നമ്മുടെ ഹൃദയത്തിൽ വരും. എന്താ ജ്ഞാനം? ഈ പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും ചരങ്ങളും അചരങ്ങളുമായിട്ടുള്ള സകല പദാർത്ഥങ്ങളും ഭഗവാൻ മാത്രം, ഭഗവാനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്നുള്ള ഓരോ ജീവജാലങ്ങളിലും
ചൈതന്യമായി, അന്തരാത്മാവായി, പ്രത്യഗാത്മാവായി, ജീവനായി, ജീവാത്മാവായിട്ട് വിളങ്ങുന്നത് ആ സർവേശ്വരൻ, ആ സർവേശ്വരൻ. ഇത് മാത്രം. ഇതാണ് ജ്ഞാനം. എപ്രകാരമാണോ ആഭരണങ്ങളിൽ സ്വർണമുള്ളതുപോലെ എന്നാണ്. ഒരാളുടെ കയ്യിലൊരു വളയുണ്ടായിരുന്നു. അയാൾക്ക് തോന്നി വള ഉരുക്കി മോതിരമാക്കാമെന്ന്. മോതിരമാക്കി. അപ്പോഴാണ് ഭാര്യ പറഞ്ഞത്, മോതിരമല്ല വേണ്ടത്, ഒരു മാലയാ വേണ്ടത്. ഉരുക്കി മാലയാക്കി. വളയായിരുന്നപ്പോഴും മോതിരമായിരുന്നപ്പോഴും മാലയായിരുന്നപ്പോഴും അത് സ്വർണം മാത്രമായിരുന്നു. ഭേദം ആകൃതിക്കും പേരിനും മാത്രമേ ഉണ്ടായുള്ളൂ. ഇതേപോലെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ഭഗവാൻ. ആകൃതിക്കും പേരിനും ഗുണത്തിനും ഒക്കെ കുറെ അല്പസ്വല്പം വ്യത്യാസങ്ങളുണ്ട്. അതും ഭഗവാന്റെ ചൈതന്യം കൊണ്ട് എന്ന് മനസ്സിലാക്കലാണ് ജ്ഞാനം. ആ ജ്ഞാനാഗ്നി ഇതാ ഹൃദയത്തിൽ പ്രോജ്വലിച്ചു കഴിഞ്ഞാൽ അവിദ്യ എന്നുള്ളത് ഇല്ലാതാവും. പിന്നെ മനസ്സിനെ ജയിക്കണം. മനസ്സപ്പോഴും ഉണ്ടാവും. ആ മനസ്സിനെ ജയിക്കണം. മനോബുദ്ധ്യഹങ്കാര ചിത്തങ്ങളോടുകൂടിയ ആ അന്തഃക്കരണം, അത് കാമക്രോധാദികളാൽ നിറഞ്ഞു നിൽക്കുന്ന അതിനെ ജയിക്കാൻ ഭഗവത് ഉപാസനയല്ലാതെ എളുപ്പമായിട്ടുള്ള മാർഗം വേറെയോ യാതൊന്നുമില്ല. കാരണം യത്പാദപങ്കജപലാശവിലാസഭക്ത്യാ കർമാശയം ഗ്രഥിതമുദ്ഗ്രഥയന്തി സന്തഃ തദ്വത്ര റിക്തമതയോ യതയോ പിരുദ്ധസ്രോതോ ഗണാസ്തമരണം ഭജ വാസുദേവം. ഈ സംസാരമാകുന്ന സമുദ്രത്തെ കടക്കണം നമുക്ക്. പക്ഷെ ഈ സംസാരമാകുന്ന സമുദ്രത്തില് ഒരു 5 വലിയ മുതലകളുണ്ട് എന്നാണ്. 5 അല്ല 6 വലിയ മുതലകളുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളും അന്തഃക്കരണവും. ഈ മുതലകളുടെ പെട്ടിരിക്കുന്നിടത്തോളം സമയത്ത് ഈ സമുദ്രത്തെ, ഈ മുതലകളുള്ള ഈ സംസാര സമുദ്രത്തെ, ഇന്ദ്രിയങ്ങളും മനസ്സുമാകുന്ന മുതലകളുള്ള ഈ സമുദ്രത്തെ കടക്കാൻ നമുക്ക് ഒരു തോണി ഉണ്ടാവണം. ആ തോണിയിൽ കയറിയാൽ ഈ മുതലകളുടെ ഉപദ്രവം ഉണ്ടാവില്ല. അതിനുവേണ്ടി തത്വം ഹരേർ ഭഗവതോ ഭജനീയമഘ്രിം കൃത്വോടുപം വ്യസനമുസ്തര ദുസ്തരാർണം. ആരാലും കടക്കാൻ കഴിയാത്ത ദുസ്തരമായിട്ടുള്ള ഈ ലൗകിക ജീവിതമാകുന്ന സമുദ്രത്തെ കടക്കാൻ വേണ്ടി ഇതാ ഭഗവത് പാദങ്ങളാകുന്ന തോണിയെ ആശ്രയിക്കൂ. അതിലൂടെ വളരെ എളുപ്പത്തില് ഹേ പൃഥുമഹാരാജാവേ, ഇതാ സംസാര സിന്ധുവിനെ കടക്കാൻ കഴിയും എന്ന് ആ യോഗീശ്വരന്മാര് ഉപദേശിച്ചു. ഇങ്ങനെ 3 തത്വങ്ങള്. ഒന്ന്, സകല ശാസ്ത്രങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന വിഷയം ഒന്നേ ഉള്ളൂ. അതിന്റെ സാരാംശം ഒന്നേ ഉള്ളൂ. അനാത്മാവായ വസ്തുവില് വൈരാഗ്യമുണ്ടാവണം, അസംഗതയുണ്ടാവണം. ആത്മവസ്തുവില് ഇതാ ദൃഢമായ രതി ഉണ്ടാവണം. അതിനുവേണ്ടി ആദ്യം ഇന്ദ്രിയങ്ങളെ ജയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് യമനിയമാദികളും സാധനാഭക്തിയുടേതായ മാർഗങ്ങളും ഭഗവത് ഉപാസനയുമെല്ലാം വർണ്ണിച്ചിരിക്കുന്നത്. പിന്നീട് അവിദ്യയെ നശിപ്പിക്കാൻ ഗുരുപദേശത്താൽ സാധിക്കും. ആ ഗുരുവിന്റെ കയ്യിൽ നിന്ന് പകർന്നു കിട്ടുന്ന ജ്ഞാനാഗ്നി അവിദ്യയെ ഇതാ പൂർണ്ണമായി ഇല്ലാതാക്കണു. പിന്നീട് മനസ്സിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഭക്തിയെ ഇതാ സ്വീകരിക്കൂ. ആ ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സ് അടങ്ങി 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 ഇതാ ഇല്ലാതാവണു. ആത്മാവില് മനസ്സ് ലയിച്ചു പോകുന്നു. താൻ ആത്മസ്വരൂപം മാത്രമാണ്. മനസ്സുള്ളപ്പോഴാണ് ഈ പ്രപഞ്ചമൊക്കെ ഉള്ളത്. നമ്മൾ കാണുന്ന ജാഗ്രത്തിലും സ്വപ്നത്തിലും ഈ പ്രപഞ്ചത്തെ, സ്ഥൂല പ്രപഞ്ചത്തെയും സൂക്ഷ്മ പ്രപഞ്ചത്തെയും നമ്മൾ കാണുന്നുണ്ട്. ജാഗ്രത്തില് സ്ഥൂല പ്രപഞ്ചത്തെയും സ്വപ്നത്തില് സ്ഥൂല പ്രപഞ്ചത്തെയും നമ്മൾ കാണുന്നു. മനസ്സിലൂടെയാണ്, അന്തഃക്കരണത്തിലൂടെയാണ് കാണുന്നത്. ഈ അന്തഃക്കരണമാകുന്ന കണ്ണാടി അതിനെ ഒന്ന് പൊട്ടിച്ചു കളയണം. അപ്പോ പിന്നെ ഈ പ്രപഞ്ചമൊന്നുമില്ല. ഈ പ്രതിബിംബം എപ്പോഴാ ഉള്ളത്? ആ കണ്ണാടി ഉള്ളപ്പോ. കണ്ണാടി പൊട്ടിച്ചു കഴിഞ്ഞാൽ ബിംബമായ താൻ മാത്രമേ ഉള്ളൂ. അവിടെ ദ്രഷ്ടാവില്ല, ദൃശ്യമില്ല, അതിന് സംവിധാനം ചെയ്യുന്ന ഈശ്വരനും ഇല്ല. ആത്മസ്വരൂപനായ താൻ. ആ ആത്മസ്വരൂപത്തിലേക്ക് അങ്ങ് ഉയരൂ എന്ന്
ആ ആത്മസ്വരൂപത്തെ അറിയലാണ് ഭാഗവതത്തിന്റെ തത്വം. അതാണ് പരമമായ ശ്രേയസ് എന്ന് പൃഥുമഹാരാജാവിന് ഒന്നുകൂടി ഉപദേശിച്ചു കൊടുത്തു യോഗീശ്വരന്മാര്. അവരുടെ ഉപദേശപ്രകാരം പിന്നീട് രാജ്യഭരണാദികൾ ചെയ്ത് തന്റെ പുത്രന്മാരെ രാജ്യഭാരം ഏൽപ്പിച്ച് പത്നിയായ അർച്ചിസിനോടുകൂടി മന്ദരപർവ്വത ദ്രോണിയിൽ ചെന്ന അദ്ദേഹം ആ ഭഗവാനെ തപസ് ചെയ്ത് ആ സാധനാ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഇതാ ഭഗവത് പാദാരവിന്ദം പൂകി എന്ന് പൃഥുചരിത്രത്തെ വളരെ വളരെ ചുരുക്കി എനിക്കറിയുന്നത് പോലെ നിങ്ങളുടെ മുമ്പില് കേൾപ്പിച്ചു. ഇതിലെന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ഗുരുനാഥന്മാര് ക്ഷമിച്ച് അനുഗ്രഹിക്കുക.